ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ചകളിൽ നമ്മൾ ആരോഗ്യപരമായ സമഗ്ര ആരോഗ്യത്തിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്ന വിഷയം വിശപ്പും ഭക്ഷണവും. ഭക്ഷണം കഴിക്കാൻ നമുക്ക് വലിയ ഉത്സാഹമാണെങ്കിൽ യഥാർത്ഥത്തിൽ വിശപ്പ് ഉണ്ടായിട്ടാണോ കഴിക്കുന്നത്, ശരീരത്തിന് ആവശ്യമാണോ, ശരീരം അറിഞ്ഞാണോ എന്നൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഇന്ന് ആശുപത്രികളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സെർവ് ചെയ്യാൻ നമ്മളുടെ വളരെ വിലയേറിയ പണം ഉപയോഗിക്കാതെ സ്വല്പമെങ്കിലും നമുക്ക് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധയോടെ കാണാനെല്ലാം തീർച്ചയായിട്ടും ഇന്ന് സെൽസാറിന്റെ കൂടെ നമുക്കൊരു യാത്ര നടത്താം. സോ ഇന്ന് നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം സെൽസാർ യുവർ വെൽക്കം. താങ്ക് യു സാബു സർ, ആൻഡ് താങ്ക് യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. കഴിഞ്ഞ 2 സെഷനായിട്ട് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഞാൻ വിശപ്പ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി ആലോചിച്ചത്. ശരിക്കും നമ്മളൊക്കെ വിശന്നത് കൊണ്ട് മാത്രമാണോ ഭക്ഷണം കഴിക്കുന്നത്? ഇനി അഥവാ വിശന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴിക്കുന്നു? പല ആൾക്കാരും പറയാറില്ല, എന്തിനിങ്ങനെ പോത്തിനെ പോലെ കഴിക്കുന്നത്. അപ്പൊ ആ ഒരു രീതി പല ആൾക്കാരും അപ്രോച്ചിൽ കൊണ്ടുവരുന്നുണ്ട്, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈവൻ ഒരുപക്ഷെ വീടുകളിൽ തന്നെ പ്രശ്നം ഉണ്ടാവാം, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും പ്രശ്നം ഉണ്ടാവാം. ഇവിടെ കുറച്ച് നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കഴിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഓക്കെ. സോ എന്തുകൊണ്ടാണ് എനിക്ക് വിശക്കുന്നത്? ആ ഒരു ചോദ്യം മുതൽ നമുക്ക് ഇന്ന് തുടങ്ങുന്നത് നല്ലതായിരിക്കും. ആക്ച്വലി എനിക്ക് തോന്നുന്ന വിശപ്പ് എന്ന് പറയുന്ന കാര്യങ്ങള് വിശപ്പ് തന്നെയാണോ എപ്പോഴും? ഇനി വിശപ്പ് അല്ലെങ്കിൽ അതെന്തൊക്കെയാണ്? വിശപ്പ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കൊക്കെ എനർജി കുറയുമ്പോൾ, ശരീരത്തിന് ടോട്ടലി നമ്മുടെ വർക്ക് ചെയ്യാനുള്ള എനർജി കുറയുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ നമുക്ക് ഉണർന്നിരിക്കാൻ പോലുള്ള എനർജി കുറയുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ്. എന്നാൽ വിശപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വിശപ്പ് മാത്രമല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് ആ ഒരു വീക്ക്നെസ്സും അതുപോലെ തന്നെ ഭക്ഷണം എന്തെങ്കിലും വേണം എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവാം. എന്നാൽ ഇത് കൂടാതെ ചിലപ്പോഴത് ന്യൂട്രീഷൻ ലോസ് കൊണ്ടാവാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ഒരു ഹിഡൻ ഹങ്കർ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മിച്ചു മതി. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ കഴിക്കുന്നുണ്ട്, എന്നാൽ ചിലപ്പോൾ പ്രോട്ടീനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വേണ്ടത്ര അളവിൽ കിട്ടുന്നില്ല എന്നുള്ളതാവാം. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവിലുള്ള കുറവും ആവാം. എന്നാൽ ഇത് രണ്ടും അല്ലാതെ ചില സമയത്തൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ ഫുഡ് തന്നെ വേണം എന്നുള്ള രീതിയിൽ വിശക്കാം. അതിനെ ക്രേവിങ്സ് എന്നാണ് പറയാ. അപ്പൊ ആ ക്രേവിങ്സ് പല ആൾക്കാർക്കും പലതിനോടും ഉണ്ടാവാം. നോർമലി നമുക്ക് കാണാൻ പറ്റുന്നത് ഷുഗറിനോട് മാത്രമാണ്. അപ്പൊ ഷുഗർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആസ് എ ഹോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റ് മെറ്റബോളിക് ഡിസീസസോ വരാനുള്ള ഒരു കാരണത്തിലേക്കും എത്തിക്കും. എന്നാൽ ഈ വിശപ്പിനെ പലപ്പോഴും നമ്മൾ വേറൊരു സംഭവമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ രുചി എന്ന് പറയുന്നത്. അഭിരുചി എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു സാധനത്തിനോടുള്ള താല്പര്യം. ഈ രുചി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ വിശപ്പ് എന്ന മെയിൻ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ വിശപ്പിൽ നിന്ന് ഒരുപാട് വ്യത്യാസം. കാരണം രുചി ഒരാൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ആ രുചി കാരണം അയാൾ പിന്നെയും കഴിക്കും. ഒരുപക്ഷെ അത് ഓവർ ഈറ്റിംഗിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ചില ആൾക്കാർക്കുണ്ട്, നമുക്ക് ആ ഇഷ്ടപ്പെട്ട ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു താല്പര്യം കാരണം വീണ്ടും വീണ്ടും കഴിക്കുന്ന ഒരു സ്വഭാവം. അത് നല്ല ഫുഡിനോടും ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ശീലം കൊണ്ടും ആവാം, കമ്പനിക്ക്. ആ 2 കാര്യങ്ങളും നമ്മുടെ രുചിയെ തീർത്തും വിശപ്പിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നമുക്ക് രുചി ഇല്ലായ്മ ഉണ്ടാവാം. ഉദാഹരണത്തിന് സ്ട്രെസ് കൂടുന്ന സമയത്ത്, നല്ല സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മുടെ ഈവൻ വിശപ്പ് പോലും മാറ്റി നിർത്തുന്ന രീതിയിൽ
അത് ഉണ്ടാവും. എന്നാൽ ഇതേ രുചിക്കുറവ് തന്നെ സ്ട്രെസ്സിന്റെ ആധിക്യം കൊണ്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ക്രോണിക് രീതിയിൽ അത് കണ്ടിന്യൂസ് രീതിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്ങിലേക്ക് എത്തിക്കും. ഓക്കെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് പറയാൻ. അതിന്റെ പേരാണ് എംപ്റ്റി സ്റ്റൊമക് എന്ന് പറയുന്നത്. എംപ്റ്റി സ്റ്റൊമക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോ വർക്കൗട്ട് ചെയ്യാവുന്ന ആൾക്കാര് രാവിലെ തന്നെ ഒരുപാട് കഴിച്ചിട്ടല്ല വർക്കൗട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നവർ തന്നെ. നിങ്ങളിൽ പലരും നടക്കാൻ പോകുന്നുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഈ ആർമി ക്യാമ്പിലൊക്കെ കാണുന്ന പോലെ ഓടാൻ, പോലീസ് ക്യാമ്പിലും ഒക്കെ ഓടാൻ പോകുന്നവരൊക്കെ, അല്ലെങ്കിൽ ആ രാവിലത്തെ മെഡിക്കൽ ടെസ്റ്റ് എംപ്റ്റി സ്റ്റൊമക് ആണ് നല്ലത്. എംപ്റ്റി സ്റ്റൊമക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിരിക്കുന്ന വയറ് എന്നല്ല അർത്ഥം. അവിടെ എനർജി ഉണ്ട്, വർക്ക് ചെയ്യാൻ പറ്റും, ബ്ലഡ് ഷുഗർ ബാലൻസിൽ തന്നെ പോകുന്നുണ്ട്, എന്നാൽ വയർ ഒഴിഞ്ഞതാണ്. വയറിനകത്ത് തൽക്കാലം ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് കുറച്ചുകൂടി മെച്ചപ്പെടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഡൈജഷൻ പ്രോബ്ലം കുറയാനുള്ള സാധ്യതയാണ്. എന്നാൽ ചില ആൾക്കാർ ഇവിടെ ഒരു അല്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ സമയത്ത് നമ്മുടെ യൂട്രസിന്റെ വലിപ്പം കൂടുന്നതുകൊണ്ട് തന്നെ സ്റ്റൊമക്കിന്റെ വലിപ്പം കുറച്ച് കുറയും, അല്ലെങ്കിൽ അതവിടെ റെസ്ട്രിക്റ്റ് ആയി പോവും. അതുകൊണ്ട് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോ എന്ന് പറയും. അതൊരു തെറ്റായ പ്രവണതയാണെന്ന് കൂടി ഞാനിവിടെ പറയും. അങ്ങനെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ബാലൻസിന് തെറ്റിക്കുകയാണ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത്. അത് ഒരുപക്ഷെ ഈവൻ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഡയബറ്റീസിലേക്കോ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമല്ലോ, അതുപോലെയുള്ള മറ്റ് കണ്ടീഷനിലേക്കോ എത്തിക്കാം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. എന്താണ് നമ്മളെ വിശപ്പിലേക്ക് എത്തിക്കുന്നത്? സാധാരണഗതിയിൽ എനർജി കുറയുന്നത് തന്നെ. അത് കൂടാതെ ചില സമയത്ത് നമ്മുടെ ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഡോപ്പമൈൻ ട്രിഗർ ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന സമയത്താണ്. ഡോപ്പമൈൻ്റെ ഭാഗമാണ്, ഡോപ്പമൈൻ കൊണ്ടുണ്ടാവുന്നതാണ് കൂടുതൽ സന്തോഷം. അപ്പൊ ഈ ഡോപ്പമൈനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക ഭക്ഷണങ്ങൾ നമ്മൾ പിന്നെ കഴിക്കും. ഓക്കെ, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവിനെ പറ്റി ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചു. ചില ആൾക്കാരുടെ ആ ഒരു ശീലം കൊണ്ട് ഈവൻ ഇഫ് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി, അതും ഒരുപക്ഷെ നമ്മൾ വിശപ്പ് എന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഓക്കെ, ഇതിന്റെ ഹോർമോണൽ പാറ്റേണിലേക്ക് ഞാൻ എന്താണ് എന്നുള്ളതിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് ഈ ഒരു കാര്യം പറയാൻ പ്രധാനപ്പെട്ട റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലോസ് ഓഫ് എനർജി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ലോസ് ഓഫ് എനർജി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ എനർജി ന്യൂട്രിയൻസ് എന്തൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ ഫാറ്റ്, അല്ലെ? ഇതില് കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറും? ശരീരത്തിലെ മെറ്റബോളിസം നടക്കുമ്പോൾ, ഉപാപചയം നടക്കുന്ന സമയത്ത് അത് ഷുഗറിലേക്ക് മാറും. ഇതാണ് ശരിയായ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂൽ. ശരീരത്തിന് ഊർജം കൊടുക്കുന്നത് ഇതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓക്സിജൻ വളരെ കുറവേ വേണ്ടൂ. അതുപോലെ തന്നെ കമ്പയർ ടു ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, അതുപോലെ തന്നെ ഇത് എളുപ്പത്തിൽ നമുക്ക് ഷുഗർ ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എനർജി കിട്ടും. ആസ് എ സോഴ്സ് ഓഫ് എനർജി അത് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ് ആവും. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ വിശപ്പ് നിന്ന പോലെയും തോന്നാം. എന്നാൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് അമിനോ ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് രണ്ടും 4 കലോറിയാ തരിക. പ്രോട്ടീൻ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും. അമിനോ ആസിഡ്സിലേക്ക് മാറുന്നത് കർബ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് പ്രോസസ്സ് വഴിയാണ്. ഇവിടെ നമ്മുടെ മസിലിനകത്ത് ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഷുഗർ കൂടുതലാവുന്ന സമയത്ത് അത് എവിടെയൊക്കെ സ്റ്റോർ ചെയ്യും? ഗ്ലൈക്കോജൻ ആയിട്ട് അത് നമ്മുടെ ലിവറിലും സ്റ്റോർ ചെയ്യും, അതുപോലെ തന്നെ മസിൽസിലും. അപ്പൊ ഈ അമിനോ ആസിഡ് ആയിട്ട് പ്രോട്ടീൻ മാറുന്ന സമയത്ത് മസിൽ ഗ്ലൈക്കോജൻ കുറയുമ്പോൾ ഈ അമിനോ ആസിഡിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മസിലിന്റെ അളവ് കുറയാം. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബ്രേക്സ് സ്കെലിറ്റൽ മസിൽ ടു ഫോം ഷുഗർ അപ് ടു 15%. 15% വരെ നമ്മുടെ ഷുഗറിന്റെ അളവ് കിട്ടുന്നത് ഈ നോർമലി നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത ഒരു ഭക്ഷണ ശൈലി ആണെങ്കിൽ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും
കീറ്റോ ഡയറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡയറ്റ് പാറ്റേണിലേക്ക് പോകുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയും. അതുകൂടാതെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന അല്ലെങ്കിൽ നമ്മുടെ മൈദ പോലെയുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈസിലി നമുക്ക് ഷുഗർ കിട്ടും. ഈ ഷുഗർ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇല്ലാതായി. അതിനുശേഷം മേ ബി നമ്മൾ ഇമ്മീഡിയറ്റ്ലി വിശക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ നമ്മുടെ മസിൽ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഫാറ്റ് 9 കലോറിയാണ് 1 ഗ്രാമിന് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺ ബോഡീസിലേക്ക്, പല അസെറ്റോൺ പോലെയുള്ള കീറ്റോൺ ബോഡീസിലേക്ക് കൺവേർട്ട് ചെയ്യും. സാധാരണഗതിയിൽ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി വർക്കൗട്ട് ഉള്ള സമയത്ത് ഫാറ്റ് ആണ് കൂടുതൽ ബേൺ ചെയ്യാൻ സാധ്യത. അതുപോലെ തന്നെ എൻഡ്യൂറൻസ് ആക്ടിവിറ്റിക്കും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഫാറ്റ് ബേണിംഗ് നല്ലതാണ്. കാരണം അവിടെ നമ്മൾ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓക്സിജൻ നമുക്ക് കുറയുന്ന രീതിയിലല്ല നമ്മുടെ എക്സസൈസ് പാറ്റേൺ എങ്കിൽ, ഹിറ്റ് ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് അതുപോലെ തന്നെ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട് അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഓക്സിജൻ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതേ സമയത്ത് കാർഡിയോ നമ്മൾ ഓട്ടത്തിനോ അല്ലെങ്കിൽ ഈവൻ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ടോ ചെയ്യുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഒരല്പം കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഓട്ടക്കാര് ഒക്കെ എനർജി ഡ്രിങ്ക്സോ അല്ലെങ്കിൽ എനർജി റീവൈറ്റലൈസിങ് ആയിട്ടുള്ള സാധനങ്ങളോ ഇടയിൽ ഡ്രിങ്ക്സ് ആയിട്ട് കഴിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ടാണ്. അവിടെ ഓക്സിജന്റെ അളവ് ഷുഗർ കൺവേർഷന് വേണ്ടിയിട്ട് കുറവേ വേണ്ടി വരുള്ളൂ. അതേ സമയത്ത് ഫാറ്റ് ബേൺ ചെയ്തിട്ട് ഓക്സിജൻ കുറവേ വേണ്ടു, പക്ഷെ ഫാറ്റ് ബേൺ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അവിടെ സമയം കൂടുതൽ എടുക്കും. ഓക്കെ. അപ്പൊ ഇൻസ്റ്റന്റ് എനർജി നമുക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ ഈ ഹങ്കറിനെ പറ്റി പറയുമ്പോൾ ലോസ് ഓഫ് എനർജി പ്രധാനമായിട്ട് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചത്. എന്തൊക്കെ തരത്തിലാണ് നമുക്ക് വിശപ്പുള്ളത്? സാധാരണഗതിയിൽ നമുക്ക് എനർജി കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും വിശപ്പ് ഉണ്ട്, അതെ. എന്നാൽ അത് കൂടാതെ ചില സമയത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എനർജിയെ കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഫാറ്റിലേക്ക് മാറ്റി ആ ഒരു സ്റ്റോറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് വിശപ്പുണ്ടാവാം. അതിന് പറയുന്നത് ഈറ്റിംഗ് ഫോർ പ്ലഷർ എന്നാണ്. നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഡോപ്പമൈൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു പാറ്റേൺ ആണത്. പിന്നെന്ന് പറയുന്നത് ഇമോഷണൽ ഈറ്റിംഗ് ആണ്. ഇമോഷണൽ ഈറ്റിംഗ് ആണ് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കോർട്ടിസോളിന്റെ അളവ് കൂടുന്നു, അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ എനർജി വേണം അല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് ഷുഗർ വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. പിന്നെ വരുന്നതാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇങ്ങനെ പ്രധാനമായിട്ട് 4 തരത്തിലുള്ള വിശപ്പുണ്ട്. ഈ വിശപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം. ഈ ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് ഡൈജസ്റ്റീവ് ട്രാക്ട്, GI ട്രാക്ടിനകത്തുകൂടെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യണം, അല്ലേ? ഇത് പാസ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ മോട്ടിലിൻ ആണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള ഗ്ലാൻസ് തന്നെയാണ്. കുടലിനകത്തുള്ള ഗ്ലാൻസ് തന്നെയാണ്. ഈ മോട്ടിലിൻ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ആഡിപ്പോസൈറ്റ്സിൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാൻക്രിയാസ് പോളിപെപ്റ്റൈഡ് സെക്രീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്റ്റൊമക് സ്റ്റിമുലേറ്റ്സ് മൂവ്മെന്റ്. ഈ മോട്ടിലിന്റെ അളവിനനുസരിച്ച്, മോട്ടിലിന്റെ അളവ് കൂടുതലായിട്ട് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തുമാണ്. ഭക്ഷണം സ്റ്റൊമക്കിനകത്ത്, ആമാശയത്തിനകത്ത് ഭക്ഷണം ഉണ്ടെങ്കിൽ മോട്ടിലിന്റെ അളവ് കുറയും. എന്നാൽ ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം എന്ന് സൂചിപ്പിച്ച അതുകൊണ്ടാണ്, ആ ഫാസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാലാണ് മോട്ടിലിന്റെ പ്രൊഡക്ഷൻ കൂടുക. ഈ പ്രൊഡക്ഷൻ കൂടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിനകത്തുള്ള പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. ചെറുകുടലിനകത്ത് നിന്ന് വൻകുടലിനകത്തേക്കും പിന്നീട് അവിടെ നിന്ന് മലാശയത്തിലേക്കും ഒക്കെ ഈ വേസ്റ്റ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫുഡ് കണ്ടന്റ് എന്ന് പറയുന്നത് ഫൈബർ ആണ്. ഫൈബറിന്റെ അളവ് കൂടുന്ന സമയത്ത്
മോട്ടിലിന്റെ പ്രൊഡക്ഷനും മോട്ടിലിന്റെ ആക്ടിവിറ്റിയും കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിലാണ് മൂവ്മെന്റ് ഉണ്ടാവുക, ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യും. മറ്റ് 2 ഹോർമോണുകൾ കൂടി നമ്മുടെ വിശപ്പുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒന്നിന്റെ പേരാണ് ഗ്രേലിൻ. ഇത് അപ്പറ്റൈറ്റ് സ്റ്റിമുലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രുചി കൂട്ടുക എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചതെങ്കിലും ആക്ച്വലി അത് ഹങ്കർ, നമ്മുടെ വിശപ്പിനെ കൂട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ രണ്ടാമത്തേതാണ് ലെപ്റ്റിൻ അല്ലെങ്കിൽ അപ്പറ്റൈറ്റ് സപ്രസർ. എനിക്ക് തൃപ്തിയായി അല്ലെങ്കിൽ ഇനി കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. ഗ്രേലിൻ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? ഇതൊരു ഗാസ്ട്രോ ഇൻഡസ്ട്രീനൽ ഹോർമോൺ ആണ്. പൂർണ്ണമായിട്ടും നമ്മുടെ GI ട്രാക്റ്റിനകത്ത് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. ഇത് ഹൈപ്പോതലാമസിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള? ഓക്കെ, ഇപ്പോ ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായി, അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ എനർജി സ്റ്റോറേജ് കുറയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ബ്ലഡ് ഷുഗർ കൂടുതൽ വേണം എന്ന് ഒരു മെസ്സേജ് കൊടുക്കുന്നതാണിത്. ഈ ഗ്രലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് ആർക്കാ പ്രശ്നമാവുന്നത്? തടി കൂടിയ ആൾക്കാർക്ക്, ഓൾറെഡി വെയിറ്റ് കുറക്കണം എന്നുള്ള ഡയറ്റ് പാറ്റേണിലേക്ക് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഗ്രലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നും. കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അത് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോറേജ് പാറ്റേണിലേക്ക് പോകുമ്പോൾ അത് ശരീരത്തിന് ദോഷം ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം? ഇപ്പൊ ഇൻസുലിൻ ഹോർമോൺ നമുക്ക് എക്സ്റ്റേണലി എടുക്കാൻ പറ്റും, അതുപോലെ ഗ്രലിൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എക്സ്റ്റേണലി ഇതിന് കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഹൈപ്പോതലാമസിനെ കൺട്രോൾ ചെയ്യുന്ന ഇത് എങ്ങനെയെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ ശരീരത്തിനോട് തന്നെ പറയാനേ പറ്റും. ശരീരത്തിനോട് പറയാൻ പറ്റുന്ന ചില വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ശരിയാക്കുക, അതുപോലെ തന്നെ ന്യൂട്രീഷൻ ശരിയാക്കുക, അതുപോലെ തന്നെ വർക്കൗട്ട് ശരിയാക്കുക, അതല്ലെങ്കിൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. ഓക്കെ, ഈ പാറ്റേണിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബോഡിയെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. ഈവൻ അത് നമ്മുടെ എനർജി ഹോമിയോസ്റ്റാസിസിനെ അല്ലെങ്കിൽ എനർജി ബാലൻസിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ രണ്ടാമത്തെ ഹോർമോൺ ലെപ്റ്റിൻ. ലെപ്റ്റിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ഉള്ള ഒരു സാധനമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഗ്രലിന്റെ അളവ് കുറയ്ക്കാനും, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ള സിഗ്നൽ ഹൈപ്പോതലാമസിന് കൊടുത്തിട്ട് ഹൈപ്പോതലാമസ് ഇൻടേൺ നമ്മുടെ GI ട്രാക്റ്റിന്, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിന് മെസ്സേജ് കൊടുക്കുന്നു ഗ്രലിന്റെ അളവ് കുറക്കാൻ. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ് ലെപ്റ്റിൻ. ലെപ്റ്റിൻ ഉണ്ടാക്കുന്നത് പക്ഷേ കുടലിൽ നിന്നല്ല, അത് ആഡിപ്പോസ് ടിഷ്യൂ എന്നാണ് ഉണ്ടാകുന്നത്, നമ്മുടെ ഫാറ്റ് ടിഷ്യൂ എന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ തടി കൂടിയ ആൾക്കാരിൽ ഫാറ്റ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വിശപ്പ് കുറയണ്ടേ? തീർച്ചയായിട്ടും കുറയണം. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. അതിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് ഈ ലെപ്റ്റിന്റെ മറ്റ് ഫങ്ഷൻസ് കൂടി ഒന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെപ്റ്റിൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, ഹേർട്ട് റേറ്റ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോൺ മാസ് അല്ലെങ്കിൽ കാൽസ്യം, ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താതെ ബോൺ മാസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഈ ലെപ്റ്റിൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പാൻക്രിയാസിനെ സ്വാധീനിച്ച് ഷുഗറിന്റെ ലെവൽ, ബ്ലഡ് ഷുഗറിന്റെ ലെവൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ രുചി, ഹങ്കർ, നേരത്തെ ഞാൻ പറഞ്ഞു, അതിനെ നിയന്ത്രിക്കും. ഈവൻ PCOS പോലെയുള്ള ഇഷ്യൂസ് വരാതെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, തൈറോയിഡ് പോലെയുള്ള ഗ്ലാൻഡിനെ സഹായിക്കാനും, ആരോഗ്യപരമായി നിലനിർത്താൻ വേണ്ടി സഹായിക്കാനും ഈ ഒരു ലെപ്റ്റിന് പണിയുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഫാറ്റ് കൺട്രോളർ ആണ് ലെപ്റ്റിൻ. ഇതൊരു ഹൈപ്പോതലാമസിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ഫാറ്റ് ടിഷ്യൂസിന്റെ അളവ് എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് കൂടിയല്ലേ. അപ്പോൾ ഫാറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ ഇനി ഫാറ്റ് സ്റ്റോറേജ് ചെയ്യണ്ട എന്നല്ലേ അർത്ഥം? തീർച്ചയായിട്ടും ഫാറ്റ് കൂടുതൽ സ്റ്റോർ ചെയ്യണ്ടെങ്കിലാണ് നമ്മൾ കഴിക്കാതിരിക്കുന്നത്. അപ്പൊ ഈ ഫാറ്റിന്റെ അളവ്, അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡ്സിന്റെയും അളവ് ശരീരത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലെപ്റ്റിൻ ഹെൽപ്പ് ചെയ്യും. ഇത് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചില്ല എന്നുള്ളത് കൊണ്ട് അതിന് മാറ്റർ ഒന്നുമില്ല. അതെങ്ങനെയാണ് ആ ഒരു പാറ്റേണിലേക്ക് വരുന്നത്? മേ ബി ഇറ്റ് ടേക്സ് 2 months to 3 months.
ആ 2-3 മാസം കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത് മനസ്സിലായി, ബോഡി അതിന് ഹൈപ്പോതലാമസ് വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകാം. ഓക്കെ. അതുപോലെ തന്നെ ഈവൻ ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള കാര്യങ്ങളിലും ഇൻഫ്ലമേഷൻസ് കുറക്കാനും ഒക്കെ ലെപ്റ്റിന് അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. നോർമലി നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്ന് നേരിട്ട് ബ്രെയിനിലേക്ക് മെസ്സേജസ് ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് പോവാറില്ല. അത് നോർമലി വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മെസ്സേജസ് ആണ് പോവാറ്. അപ്പൊ അങ്ങനെയുള്ള മെസ്സേജസ് പോകുമ്പോൾ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മസിൽസിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലപോലെ ഉറങ്ങുക ഒക്കെ ഇവിടെ അത്യാവശ്യമാണ്. സോ ഗ്രെല്ലിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർക്കൗട്ട്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ നമ്മുടെ ഗ്രെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ നമ്മുടെ ലെപ്റ്റിനെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ലെപ്റ്റിന്റെ അളവ് നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ പൊതുവെ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് വിശപ്പ് ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗ്രെല്ലിന്റെ അളവ് കൂടുതൽ ഉണ്ടാവും, ലെപ്റ്റിന്റെ അളവ് കുറവായിരിക്കും. അതേസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ലെപ്റ്റിൻ കൂടുതലാണ്, ഫാറ്റ് സെൽസ് കൂടുതൽ ലെപ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെപ്റ്റിന്റെ അളവ് കുറഞ്ഞിട്ട് ഗ്രെലിന്റെ അളവ് കുറഞ്ഞിരിക്കും. നമുക്ക് സാറ്റൈറ്റി അല്ലെങ്കിൽ വിശപ്പില്ല, ഭക്ഷണം കഴിച്ചു മതി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രശ്നത്തിന്റെ പേരാണ് ലെപ്റ്റിൻ റെസിസ്റ്റൻസ്. നമ്മളൊക്കെ ചിലപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണ്? അതെ, നമ്മുടെ ബ്ലഡിനകത്ത് പാൻക്രിയാസ് ഉണ്ടാക്കിയ ഇൻസുലിൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് ഷുഗറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടത്ര അളവിലില്ല, വേണ്ടത്ര ക്വാളിറ്റിയിലില്ല, അതും അല്ലെങ്കിൽ അതിനെ ശരീരം ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഈ പ്രശ്നം ഉണ്ടാവുന്നത് പോലെ തന്നെ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. തടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ, വിസറൽ ഫാറ്റ് ആയിക്കോട്ടെ, അപ്പൊ പുറമെ തടി കാണണം എന്നില്ല. വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ പുറമെ തടി കാണണമെന്നില്ല, അകത്ത് ഫാറ്റിന്റെ അളവ് കൂടുതൽ പെർസെൻറ്റേജ് ലെവലിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളില് ലെപ്റ്റിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ബ്രെയിനിന് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ആ പ്രോസസ് അല്ലെങ്കിൽ ഗ്രലിനെ കുറയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. അത് മാത്രമാണോ നടക്കാത്തത്? ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഫങ്ഷൻസിലെ പലതും വേണ്ട രീതിയിൽ നടക്കില്ല. ഇൻഫ്ലമേഷൻസ് കൂടും, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സെൽസിന്റെ റെസ്പോൺസ് കറക്റ്റ് ആയിരിക്കില്ല. ഈവൻ നമ്മുടെ എല്ലിന്റെ ഡെൻസിറ്റി, ബോൺ മിനറൽ ഡെൻസിറ്റി എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള ഡെൻസിറ്റിയിൽ പ്രശ്നം ഉണ്ടാവാം. BP റിലേറ്റഡ്, തൈറോയിഡ് റിലേറ്റഡ്, അതുപോലെ തന്നെ ഓവറി റിലേറ്റഡ് ആയിട്ട് ഒക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവാം. എന്താണ് ലെപ്റ്റിൻ റെസിസ്റ്റൻസിന് കാരണം? ഒന്ന്, ലെപ്റ്റിന്റെ അളവ് കൂടുക എന്നുള്ളത് തന്നെ പറഞ്ഞു. രണ്ടാമത്തത്, ബോഡിക്കകത്ത് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ വീക്കം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. വീക്കം ഉണ്ടാവാൻ പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇന്റേണൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഈവൻ വൈറസ് അറ്റാക്ക്, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇൻഫ്ലമേഷൻസിലേക്ക് എത്തിക്കും. അതല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം. ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് വേറൊരു കണക്ഷൻ ഉണ്ടെന്ന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മുടെ വയറിനകത്തുള്ള ഗട്ട് ഹെൽത്തിനെ പൂർണ്ണമായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഗട്ട് ഹെൽത്ത് ശരിയല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻഫ്ലമേഷൻസ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ബ്ലഡിനകത്ത് കൂടുക. അത് ട്രൈഗ്ലിസറൈഡ്സ് ലെവലോ അതുപോലെ തന്നെ ഫ്രീ ഫാറ്റി ആസിഡ്സോ കൂടുമ്പോഴാണ് നമുക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം. എങ്ങനെ ഇത് നമുക്ക് മനസ്സിലാവുക ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന്? സാധാരണഗതിയിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാരുടെ വയറിന്റെ ഭാഗം ചാടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറിഡിന്റെ അളവ് കൂടുന്നുണ്ടെങ്കിലും ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാം.
TSHന്റെ അളവ് കൂടുന്ന സമയത്തും, TSH എന്താണ്, മെറ്റബോളിക് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോ ഈ ഒരു TSHന്റെ ഹൈ അളവുണ്ടെങ്കിലും അവിടെ നമുക്ക് ലെപ്റ്റിൻ റെസിസ്റ്റൻസ് അതിന്റെ ഒരു റീസൺ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്? ലെപ്റ്റിൻ റെസിസ്റ്റൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്ഡ് ഫുഡിന്റെ അളവ് കുറക്കുക എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൂടാതെ ഫൈബറിന്റെ അളവ് കൂട്ടുക. അതിൽ സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഉറക്കം അല്ലെങ്കിൽ സെർക്കാഡിയൻ ഋതുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉറക്കം പാറ്റേണിലേക്ക് വരിക. ഈ വയറ് ചാടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഉറക്കം പാറ്റേൺ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൂടാതെ പല നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലും ഒക്കെ ഇത് പെട്ടെന്ന് ആ ഷിഫ്റ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ മേ ബി 2 മാസം 3 മാസത്തൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ അയാളുടെ ശരീരമാകെ മാറിയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു പ്രധാന റീസൺ വരുന്നത് ഇവിടുന്നാണ്. അതുപോലെ തന്നെ വർക്കൗട്ട് ഒട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ പോകുമ്പോഴും അവിടെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ഭക്ഷണ രീതി ഒട്ടും ശരിയല്ല അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് അല്ല എന്നുള്ളതും ലെപ്റ്റിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. അപ്പോൾ അത് ഒന്ന് ശരിയാക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണ രീതിയിലേക്ക് എത്തിക്കുക. വെള്ളം വേണ്ട പോലെ കുടിക്കുക. വെള്ളമായിട്ടും ഇതിന് ബന്ധമുണ്ട് ലെപ്റ്റിൻ റെസിസ്റ്റൻസിന്. ആക്ച്വലി ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വന്ന ആൾക്കാരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കാം. അതൊരു സൈക്ലിക് പ്രോസസ് ആണ്. എന്താണ് വരുന്നത്? സാധാരണഗതിയിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാളില് ഫാറ്റ് സ്റ്റോഴ്സ് വേണ്ടത്ര ലെപ്റ്റിൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളോ കൊണ്ട് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ സിഗ്നൽ ഡിസ്റപ്റ്റ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു പോകും. ഈ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കലോറി ഇൻടേക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ കലോറി തിരിച്ച് ഫാറ്റ് ഡെപ്പോസിറ്റിലേക്ക് മാറും. അങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റിലേക്ക് മാറുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടും. ഈ വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ടും ഫാറ്റ് കൂടി എന്ന് പറഞ്ഞിട്ടും നമ്മൾ കൂടുതൽ ലെപ്റ്റിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സിഗ്നൽ അപ്പോഴും ഡിസ്റപ്റ്റ് ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സിഗ്നലിങ് എത്തുന്നില്ല, മെസ്സേജിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. എഗെയിൻ നമ്മൾ അല്ലെങ്കിൽ ഗ്രലിന്റെ ഇൻഫ്ലുവൻസിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചു പോവാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ നമുക്ക് വിശപ്പ് തന്നെയാണോ? നമ്മുടെ വിശപ്പും അതുപോലെ ദാഹവും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ സെന്റർ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ദാഹിക്കുമ്പോഴും നമുക്ക് തോന്നാം വിശക്കുന്നുണ്ടെന്ന്, വിശക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കുടിക്കാം. എന്നാൽ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് ഒരു കാര്യം? സാധാരണഗതിയിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും നമുക്ക് വിശക്കുകയാണ്. മേ ബി ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോഴേക്ക് തന്നെ വീണ്ടും വിശക്കുകയാണെങ്കിൽ അത് നോർമലി വിശപ്പാവണം എന്നില്ല. 2:30ക്കാണ് ഭക്ഷണം കഴിച്ചത്, അത് കഴിഞ്ഞിട്ട് 4:30 5 മണി ആകുമ്പോഴേക്ക് വീണ്ടും വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കണം എന്ന് പറയുമ്പോൾ അത് കുട്ടികളെ സംബന്ധിച്ച് ഒരു പക്ഷെ പോസിബിൾ ആണ്. കാരണം എന്താണ്? കുട്ടികൾ ഗ്രോയിങ് ഏജിലാണ്, അവർക്ക് കൂടുതൽ എനർജി റിക്വയർമെന്റ് ഉണ്ട്, കോശങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം. എന്നാൽ വലിയ ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു റിക്വയർമെന്റ് അവിടെ ഇല്ല. അവർക്ക് റിപ്പയർ മെക്കാനിസം ആണ് നോർമലി കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. അവിടെ പലപ്പോഴും വിശപ്പ് കൊണ്ടായിരിക്കില്ല, ദാഹം കൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വെള്ളത്തിനെ പറ്റിയിട്ടുള്ള സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ 10 മണിക്കൂറിൽ ഓരോ മണിക്കൂറിലും ഇടവിട്ട് ഒരു 200 to 250 ml വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ. അതുപോലെ ഈ വിശപ്പ് എന്ന് പറയുന്ന സംഭവം നമുക്ക് സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല, അത് സ്ലോലി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വിശപ്പിനെ നമുക്ക് മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ വിശപ്പിനനുസരിച്ച് ഭക്ഷണമോ വെള്ളമോ കുടിക്കാനോ ഉള്ള നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശക്കുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി പോയി എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഭക്ഷണമോ കഴിക്കുന്നതിന് പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കൂ. ഒരു 15 to 20 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. എന്നിട്ടും വിശപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിശപ്പ് തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പെങ്കിലും അല്ലെങ്കിൽ 15 to 20 മിനിറ്റ് മുമ്പെങ്കിലും വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെ ഒരു വെള്ളം കുടിച്ചതിന്റെ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും, ഡൈജഷൻ മെച്ചപ്പെടുകയും ചെയ്യും. ഓക്കെ. സോ ആ ഒരു പാറ്റേൺ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഗുണം ചെയ്യും.
എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് എപ്പോഴും വിശക്കുന്നത്? പല റീസൺസ് ഉണ്ടാവാം. അതിലുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഉറക്കം ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ, ഉറക്കം പാറ്റേൺ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആണോ അത്രമാത്രം അയാളില് വിശപ്പിന്റെ പാറ്റേൺ കൂടും. ഓക്കെ. രണ്ടാമത്തേത് ബ്ലഡ് ഷുഗർ കുറയുക. അത് ലോ എനർജി എന്ന് പറയുന്ന, അപ്പം ഹെവി ആയിട്ട് വർക്കൗട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന, പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരില് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റോട് കൂടിയിട്ടുള്ള ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്. എന്താ റീസൺ? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളില് ഷുഗർ ബാലൻസ് കുറെ നേരത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പാലും ഈ ഒരു കാര്യത്തിൽ ബെനിഫിഷ്യൽ ആണ്. പാല് കുടിക്കുമ്പോൾ അതിനകത്തുള്ള ലാക്ടോസ് കൂടുതൽ സമയം എടുത്തിട്ടാണ് ബ്ലഡിലേക്ക് മിക്സ് ആവുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആ പ്രോട്ടീൻ കണ്ടന്റും വളരെ കൂടുതലായിട്ട് നമുക്ക് ടൈം ഡ്യൂറേഷൻ കൊടുക്കും ഷുഗർ ബാലൻസ് അല്ലെങ്കിൽ എനർജി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ട്രെസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന്. സ്ട്രെസ് കൂടിയ ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് വിശപ്പുണ്ടാവും. ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്ട്രെസ്സിന് സമയത്തിന്റെ പ്രശ്നം കൂടുതലുള്ളത് കൊണ്ട് കഴിക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല. പക്ഷെ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആവുന്ന സമയത്ത് അയാൾക്ക് പലപ്പോഴും ഗ്രലിന്റെ അളവ് കൂടിയിട്ട് വിശപ്പ് കൂടുകയാണ് ചെയ്യുക. ഡയറ്റ് പാറ്റേൺ തീർച്ചയായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ, പെർട്ടിക്കുലർലി ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടേണ്ടത് അത്യാവശ്യമാണ്. വെള്ളത്തിന്റെ അളവ് എഗൈൻ ഇവിടെ ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഈ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, എപ്പോഴൊക്കെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു 200 to 250 ml വെള്ളം കുടിക്കാൻ നോക്കുക എന്നുള്ളത്. തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് ഈവൻ ടാബ്ലറ്റ് റിലേറ്റഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഫുഡ് കൺട്രോളിലായിക്കോട്ടെ. ഈവൻ ന്യൂട്രീഷൻ തൈറോയിഡ് റിലേറ്റഡ് കേസസിൽ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഡി, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ തന്നെ പ്രോട്ടീൻ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിൽ വളരെ കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആണ്. ഡീഹൈഡ്രേഷൻ എഗെയിൻ വെള്ളം കുടിച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ചില മെഡിക്കേഷൻസ്, ആന്റി ഹിസ്റ്റമിൻസോ അല്ലെങ്കിൽ ആന്റി ഡിപ്രസൻസോ ഒക്കെ ഉള്ള ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ പലപ്പോഴും വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം മനസ്സിലാക്കാനും, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് വിശക്കുന്നത്, ഞാൻ എന്തൊക്കെ അവിടെ ചെയ്യണം എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ പറഞ്ഞ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, അതുപോലെ തന്നെ എങ്ങനെ കഴിക്കണം, ഏതൊക്കെ സമയത്ത് കഴിക്കണം, ഇങ്ങനെയൊരു പാറ്റേൺ നമുക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ശരീരത്തിന് കൂടുതൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അബ്സോർപ്ഷനും അതുപോലെ തന്നെ ഡൈജഷനും, ഇത് രണ്ടും ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഭക്ഷണം എന്നുള്ളത്, ഭക്ഷണം എന്തൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഇതിനെയൊക്കെ ശരീരത്തിൽ കൊണ്ടുപോയി നല്ല രീതിയിലേക്ക് ദഹനം, ആഗിരണം ഒക്കെ നടക്കുന്നില്ലെങ്കിൽ ഗുണമില്ലല്ലോ. അപ്പോൾ കഴിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ടും ശരീരത്തിലേക്ക് ചേരണമെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു. ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സാർ. വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം. എപ്പോഴും വിശക്കുന്ന ഒരു സമൂഹം, അല്ലെ? വിശപ്പിനെ എന്തുകൊണ്ടാണ്, അതിന്റെ റിയാലിറ്റി എന്താണ്, യഥാർത്ഥത്തിൽ ഉള്ള വിശപ്പാണോ കള്ള വിശപ്പാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ കാണുന്ന ഭക്ഷണമെല്ലാം കഴിക്കുന്ന ഒരു രീതി. കാരണം പണ്ടത്തെ കാലം പോലെയല്ല, ഇന്ന് ഭക്ഷണം സുലഭമാണ്, അതിനുള്ള സാമ്പത്തിക സാധ്യതകളും ഒക്കെ കൂടുതലാണ്. എപ്പോഴും പ്രിസർവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. ജീവിതശൈലി രോഗങ്ങളിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും വളരെ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ക്ലാസ് ആയിട്ട് ഇതിനെ കാണാം. ഡിസ്കഷനിലേക്ക് പോകാം. താങ്ക് യു സനൽ സാർ, താങ്ക് യു വെരി മച്ച്. ആരാണ് പറയുന്നത്? സാർ റെഡിയാണോ? ടോമി സാർ, ഷെല്ലി മാം, സാർ, മോഹൻദാസ് സാർ, കേൾക്കാമോ? ഓക്കെ, സാർ പറഞ്ഞു.
ഒരു സംശയം ചോദിക്കാനാണ്. ഗർഭിണികളുടെ ഭക്ഷണക്രമത്തില് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം പലരിലുമുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക, അത് അത്യാവശ്യം എന്നാണ് സാറ് പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദമാക്കിയാൽ കൊള്ളാം സർ. പ്രഗ്നൻസി പീരീഡില് ആക്ച്വലി യൂട്രസിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച്, മീൻസ് ബേബി ഗ്രോ ആവുന്നതിനനുസരിച്ച്, വളരുന്നതിനനുസരിച്ച് സ്റ്റൊമക്ക് കുറച്ച് കംപ്രസ് ആയി പോകും. അപ്പൊ ഈ കംപ്രസ് ആവുന്ന സമയത്ത് അതിനകത്ത് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ മുഴുവനായിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ലെന്നാണ്. അതാണല്ലോ ഈവൻ നമ്മൾ സ്കാൻ ചെയ്യാൻ USG എടുക്കാൻ പോകുന്ന സമയത്ത് വെള്ളം കുടിച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ആ സ്കാനിങ്ങിൽ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ അത് കിട്ടും, ഇമേജസ്. ഓക്കെ, അതേ സമയത്ത് അതിന്റെ റിവേഴ്സ് ഒന്ന് ചിന്തിക്കാം. ബേബി ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റൊമക്കിന്റെ സൈസ് കുറയാണ് ചെയ്യുന്നത്. ഈ സ്റ്റൊമക്ക് കുറയുമ്പോഴെന്താ, കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ ഭക്ഷണത്തിന്റെ അവിടെ ആവശ്യമുണ്ടോ, കൂടുതൽ ന്യൂട്രീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയില് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കഴിക്കാനല്ലേ തോന്നാം. എഗൈൻ കഴിഞ്ഞ ദിവസം ഹിഡൻ ഹങ്കറിനെ പറ്റി പറഞ്ഞത്, മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ ആ ഒരു വിശപ്പ് കൂടുകയും അവർ ഫില്ലർ ഫുഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫില്ലർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്ന് തോന്നും. അതിന് പ്രത്യേകിച്ച് ന്യൂട്രീഷൻ പാറ്റേണേ നോക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ വായയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവോ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അത് അങ്ങനെയുള്ള ഫില്ലർ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വയറ് കൂടുതൽ നിറക്കുന്നതിന് പകരം ആൾക്കാർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾ കുറച്ച് കഴിച്ചോ, പിന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കഴിച്ചോ. അവിടെ ബുദ്ധിമുട്ട് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റേഷണൽ ഡയബറ്റീസിലേക്ക് എത്തിക്കും. കാരണം ഓൾറെഡി കഴിച്ചിരിക്കുന്ന ഭക്ഷണം ഫില്ലർ ഫുഡാണ്. നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീന്റെ പെർസെൻറ്റേജ് സാധാരണഗതിയിൽ 1 gram പെർ ബോഡി വെയിറ്റ് ആണ് ഒരാൾക്ക് ആവശ്യം. 0.8 to 1 gram എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കിലോ ഉള്ള ഒരു ലേഡി കൺസീവ് ആവുന്ന സമയത്ത് അവർക്ക് ഏകദേശം 60 gram പ്രോട്ടീനെ ഒരു ദിവസം ആവശ്യമുള്ളൂ. നോർമലി ഇന്ത്യയിലുള്ള 80% ആൾക്കാരും പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആണ്. ഓക്കെ, നമ്മളോ നിങ്ങളോ അല്ലെങ്കിൽ ഈ പ്രഗ്നന്റ് ലേഡിയോ ആ 20% വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഈ ലേഡി പ്രഗ്നന്റ് ആയി കുട്ടിയുടെ ഗ്രോത്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോട്ടീൻ റിക്വയർമെന്റ് 2 ശരീരത്തിന് വേണ്ടത് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1.75 gram ആണ് അവിടെ ആവശ്യമുള്ളത്. 60 ഗ്രാമിന് പകരം ഇപ്പോഴാവശ്യമുള്ളത് ഓൾമോസ്റ്റ് 105 gram ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു 60 gram പോലും കഴിക്കാൻ സാധ്യതയില്ല. അവിടെ 105 gram പ്രോട്ടീൻ ആ ശരീരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വിശക്കുകയാണ് ചെയ്യുക. ബട്ട് ആ വിശപ്പിന് പകരം നമ്മൾ കഴിക്കുന്ന എന്താണ്, ന്യൂട്രീഷൻ അധികമൊന്നും ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം മാത്രമാണ്. അത് 2 മണിക്കൂർ കൂടുമ്പോഴോ 4 മണിക്കൂർ കൂടുമ്പോഴോ കഴിച്ചതുകൊണ്ട് ഒരുപാട് ഗുണം ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രോട്ടീന്റെ അളവിന് പകരം നമ്മൾ അവിടെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ അളവ് കൂടുന്നു. ശരീരത്തിൽ ആ ഷുഗർ എവിടെയെങ്കിലുമൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ, അല്ലെങ്കിൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ. അപ്പൊ ആ ഇൻസുലിൻ ഈവൻ അതിനെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്കോ ഈവൻ ഡയബറ്റീസിലേക്കോ എത്തിക്കാം. ജസ്റ്റേഷണൽ ടൈമിൽ കാണുന്ന പല കാര്യങ്ങളും പിന്നീട് വീണ്ടും വരാൻ സാധ്യത. ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ, ഓക്കെ, അത് മാറും. മേ ബി ഒരു 6 മാസം കഴിയുമ്പോഴേക്കും മാറുന്ന പറയാം. പക്ഷെ ആ വ്യക്തിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വെരി ഏർലി ആയിരിക്കും. സാധാരണ ആ വ്യക്തിയിൽ നോർമലി ഒരു ലേഡിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 60 വയസ്സോ അല്ലെങ്കിൽ 55 വയസ്സിനോ ശേഷം ആയിരുന്നെങ്കിൽ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്ന ഇതേ ലേഡി ആണെങ്കിൽ അവർക്കത് 40 45 ആവുമ്പോഴേക്ക് കാണും. കാരണം പാൻക്രിയാസിന് ഓൾറെഡി പലതരത്തിലുള്ള, എല്ലാം ഹോർമോൺ കൺട്രോൾഡ് ആണ്. അപ്പൊ പാൻക്രിയാസിന് ഓൾറെഡി പലതരത്തിലുള്ള മെസ്സേജസ് കിട്ടിക്കഴിഞ്ഞു. ഇത് കൂടാതെ ഈ ലേഡി എഗൈൻ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലെങ്കിൽ പോലും സപ്പോസ് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലേഡി ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ് വേണ്ടത്ര ഇല്ല, അല്ലെങ്കിൽ പാല് കുറവായിരുന്നു എന്ന് ചിന്തിക്കാം. പക്ഷെ അവരിൽ ഫാറ്റ് സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് അവർക്ക് പിന്നെയും കൂടുതൽ വിശപ്പുണ്ട്. അപ്പൊ മേ ബി വിത്തിൻ 2 years തന്നെ പലതരത്തിലുള്ള മെറ്റബോളിക് പ്രോബ്ലംസിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് സയൻസ് ആണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ബട്ട് ഐ തിങ്ക് ഐ മേഡ് ഇറ്റ് ക്ലിയർ. താങ്ക് യു. സാർ, ആ Okay, sir. മോട്ടിലിൻ അതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കാമോ? മോട്ടിലിൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഇൻഡസ്റ്റൈനകത്ത്, കുടലിനകത്ത് ഭക്ഷണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. മോട്ടിലിൻ മാത്രമല്ല, പല സാധനങ്ങളും ഉണ്ട്. അതിൽ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിനെ കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയാണ് ഇത്രയും നീളമുള്ള വയറിനകത്ത് ഭക്ഷണം മൂവ് ചെയ്യുന്നത്, അല്ലെ? ചുരുണ്ട് കൂടി കുടലിന്റെ ഒക്കെ പല മെസ്സേജസ്, പല ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കേട്ടിട്ടുണ്ട്. നല്ല നീളമുണ്ട്, 30 അടി 40 അടിയൊക്കെ ഉള്ള ഈ കുടലിനകത്ത് കൂടെ ഭക്ഷണം മൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് വേണം. ഉദാഹരണത്തിന് നമുക്ക് പാമ്പ് ഇര വിഴുങ്ങുമ്പോഴുണ്ടാവുന്ന മൂവ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ എടുക്കാം. ഈ മോട്ടിലിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫൈബർ വേണം. അതുപോലെ തന്നെ മോട്ടിലിന്റെ അളവ് കൂടുതൽ ഉണ്ടാവുന്നത് ഉറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ സ്റ്റൊമക്ക് എംപ്റ്റി ആവുന്ന സമയത്തുമാണെന്ന് പറഞ്ഞു. ആമാശയത്തിനകത്ത് ഭക്ഷണം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മോട്ടിലിന്റെ മൂവ്മെന്റ്, മോട്ടിലിന്റെ അളവ് കുറവായിരിക്കും. കാരണം ദഹനം നടക്കില്ല. അല്ലെങ്കിൽ ആ സമയത്തും മോട്ടിലിൻ വേണ്ടത്ര ഉണ്ടെങ്കിൽ ദഹനം നടക്കില്ല. അപ്പൊ ഈ ഒരു മൂവ്മെന്റ്, മോട്ടിലിൻ മാത്രമല്ല പല ഹോർമോൺസും ഉണ്ട്, ഞാനതിൽ പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. സോ ഈ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുമ്പോഴും മാത്രമാണ് നമുക്ക് ദഹനം, ആഗിരണം, അതുപോലെ തന്നെ റിപ്പയർ മെക്കാനിസം നടക്കുക. മോട്ടിലിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ റിപ്പയർ മെക്കാനിസം ആക്റ്റീവ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് ഉറക്കത്തിലാണ് ബോഡി റിപ്പയറിങ് നടക്കുകയാണ്. നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളില്, ഇപ്പോ രാത്രി 9 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരാളില് മോട്ടിലിന്റെ അളവ് അതുപോലെ തന്നെ മൂവ്മെന്റ്സും ഒക്കെ ശരിയായ രീതിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ചിലപ്പോൾ മോഷൻ ശരിയാവില്ല. ഓക്കെ. പക്ഷെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന് വേണ്ടത്ര സമയം കിട്ടും. കാരണം സ്റ്റൊമക്ക് എംപ്റ്റി ആയി മോട്ടിലിന്റെ അളവ് കൂടി അവിടെ ആ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള സമയം അല്ലെങ്കിൽ മോട്ടിലിന്റെ അളവ് കൂടുതലുണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും? മോഹൻദാസ് സാർ ഫ്രീ ആണോ സാർ? പിന്നെ ഒരു ഇതുണ്ട്, കാരണം അത് പറഞ്ഞതൊക്കെ നമ്മൾ ഡയബറ്റീസ് ആണ് ഈ പറഞ്ഞതൊക്കെ ഇതായിട്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്കത് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. സാർ പറഞ്ഞാൽ കുറച്ച് തിയറിയും അല്ലെങ്കിൽ കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഏതെങ്കിലും ഒരു ബ്ലഡ് റിസൾട്ട് എടുത്ത് വെച്ചിട്ട് നമ്മുടെ തന്നെ ഇല്ലെങ്കിൽ അടുത്തവണ വരുമ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്നാൽ ഒരു ബ്ലഡ് റിസൾട്ട് വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് വരുമ്പോൾ ഇന്നത് കൊണ്ടാണ് ഇന്ന് വന്നത്, അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യോടെ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സർ. ഇതില് ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിച്ചത് ഹങ്കർ, വിശപ്പിനെ പറ്റി മാത്രമായിരുന്നു. അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പോയിട്ടില്ല. നോർമലി ഇതില് ഞാൻ സൂചിപ്പിച്ച ഒന്ന് ട്രൈഗ്ലിസറൈഡ് ലെവലിനെ പറ്റിയിട്ടാണ്, നമ്മുടെ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് ആക്ച്വൽ ഹോർമോണായിട്ട് സയന്റിഫിക് ശാസ്ത്രീയതയിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു തരത്തിലുള്ള ക്ലാസിന്റെ ആവശ്യം വരുന്നത്. അപ്ലിക്കേഷൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അതുപോലെ തന്നെ ഫാറ്റിന്റെ അളവ് കൂടുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുക. നോർമലി ഇത് എപ്പോഴാണ് കൂടുന്നത്? അത് എനിക്ക് തോന്നുന്നു ഭക്ഷണത്തിനെ പറ്റിയിട്ടും. ഹലോ, ശരി, ഞാനത് കണ്ടിന്യൂ ചെയ്യാം, കംപ്ലീറ്റ് ആക്കാം, എന്നിട്ട് സാറിനോട് ചോദിക്കാം. നോർമലി ഇത് എപ്പോഴാണ് ട്രൈഗ്ലിസറൈഡ്, കൊളസ്ട്രോൾ ഒക്കെ കൂടുന്നത്? നമ്മുടെ അരി ഭക്ഷണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കൂടുമ്പോൾ, അരി എന്ന് ഉദ്ദേശിക്കുന്നത് ഗോതമ്പും ഒക്കെ കൂടിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുമ്പോഴാണ് പൊതുവെ ട്രൈഗ്ലിസറൈഡിന്റെ അളവും
കൊളസ്ട്രോളിന്റെ അളവൊക്കെ കൂടുന്നത്. അതല്ലെങ്കിൽ ലേറ്റ് ഡിന്നർ ആവുന്ന ഒരു സമയത്ത്. ഈവൻ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ മോർണിംഗ് സമയത്താണ്. ആ മോർണിംഗ് സമയത്ത് നമ്മൾ ഇത് കഴിക്കുന്നതിന് പകരം മോർണിംഗ് നമ്മൾ കഴിക്കുന്ന പലപ്പോഴും വെറും കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം, പേരിന് മാത്രം എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ആയെന്ന് മാത്രമായിരുന്നു. എന്നാൽ വൈകുന്നേരം കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂട്ടുക. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഫ്രൂട്ട്സിന്റെ അളവ് കുറക്കുക. കാരണം ഫ്രൂട്ട്സ് ഡയറക്ട്ലി ട്രൈഗ്ലിസറൈഡിലേക്ക് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിലേക്ക് കൺവേർട്ട് ആവുന്ന ഒരു സാധനമാണ്. പല സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനെ പറ്റി. വൈകുന്നേരം കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്ക് ശേഷം ഉള്ള ഫ്രൂട്ട്സിന്റെ യൂസേജ് പൂർണ്ണമായിട്ട് നിർത്തുക. അയാള് കഴിക്കുന്ന ഭക്ഷണവും ഫ്രൂട്ട്സും തമ്മിൽ മാറ്റിവെക്കുക. നോർമൽ മീൽസിന്റെ കൂടെ ഒരിക്കലും ഫ്രൂട്ട്സ് കമ്പൈൻ ചെയ്യാതിരിക്കുക. ഈ ഒരു പാറ്റേൺ ആണ് പൊതുവെ ഈ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് കുറക്കാനും ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ക്ലിയർ ആയി സാറേ. സാറേ അത് പറഞ്ഞു സാർ. മോഹൻദാസ് സാർ പറയും. ഇല്ല, ഇപ്പൊ ഒരു ക്ലിയർ ആയി. നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട്. ഏത് ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ അതിന്റെ കൂടെ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാതിരിക്കുക, അതാ ഉദ്ദേശിച്ചത് സാർ. അതുപോലെ ഇപ്പൊ ഞാൻ വേറെ ചെയ്യുന്നു സാറേ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് 2 കപ്പൊക്കെ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ പിന്നെ വെജിറ്റബിൾസ് തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ ആവിയിൽ വേവിച്ചിട്ട് പിന്നെ കാളിഫ്ലവറോ ബീൻസ് അങ്ങനത്തെ ഉള്ള ഒരു 4-5 ഐറ്റം ഇട്ടിട്ട് അത് ഇത്തിരി പെപ്പറും സാൾട്ടും കൂടെ ഇട്ടിട്ട് ഇതാകുന്നത്. അപ്പോൾ ഫൈബറിന്റെ ഇതുണ്ടാവും, വയറും ഫുള്ളാവും, വിശപ്പ് മരുന്നില്ല എന്നുള്ള രീതിക്ക്. ഇപ്പൊ ഈ സാർ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് നിറക്കാൻ വേണ്ടിയിട്ടും ഫൈബറിന്റെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെ നല്ലതാണ്. അത് തന്നെ ഉപ്പിന്റെ അളവ് കുറക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഉപ്പില്ലാതെ പച്ചക്കറിക്ക് നല്ല ടേസ്റ്റാണ്. അതിന്റെ പച്ചക്കറിയുടെ ടേസ്റ്റ് കിട്ടും. ഞങ്ങൾ അത് പൊതുവെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. എന്താ, ഒരു ഹാഫ് കുക്ക് ചെയ്ത പച്ചക്കറികൾ അല്ലെങ്കിൽ മേ ബി ഒരു 70% വരെ കുക്ക് ചെയ്ത പച്ചക്കറികൾ അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും അതിന്റെ ടേസ്റ്റ് വേറെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാ മീൽസിന്റെ മുമ്പും പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാം. ഹാഫ് കുക്ക് ചെയ്തിട്ടോ കുക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പച്ചയായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഫ്രൂട്ട്സ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്? ഫ്രൂട്ട്സിന്റെ ഇതാണ് പ്രശ്നമുള്ളത്. ഫ്രൂട്ട്സ് പക്ഷെ അപ്പൊ എത്ര സമയം മുമ്പായിരിക്കും? ഫ്രൂട്ട്സിന്റെ പൊതുവെ ഒരു 2 മണിക്കൂറെങ്കിലും സമയം ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലത്. അപ്പൊ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ അതിന്റെ കറസ്പോണ്ടിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൂട്ട്സിൽ ആകെ വ്യത്യാസം വരുന്നത് പഴം മാത്രമാണ്. അതില് അതില് 2 കാരണം ഉണ്ടാവും. ഒന്ന് മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ്, പൊതുവായിട്ട് പൊട്ടാസ്യം പോലെയുള്ള സാധനങ്ങൾ കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഫൈബറിന്റെ അളവ് കൂടുതലുണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് സംബന്ധിച്ചിട്ട് കൂടുതൽ ഗുണം ചെയ്യും. ഒരുപക്ഷെ ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് പേഴ്സണലി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ പഴം കഴിക്കരുതെന്ന് പറയും. കാരണം അവിടെ കിട്ടുന്ന ഒരു റോബസ്റ്റ എന്ന് പറയുന്ന ടൈപ്പ് പെട്ടെന്ന് തന്നെ ഷുഗറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പഴമാണ്. അതുകൊണ്ട് പല സംഭവങ്ങളും ഇവിടെ കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ബേസ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഓക്കെ ഇന്നതാണ് നിങ്ങളുടെ ഡയറ്റ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോ സാധാരണഗതിയിൽ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് പൊതുവെ എല്ലാവരും ശുപാർശ ചെയ്യാറുണ്ട്. അപ്പൊ അത് അവർ പറയുന്ന അനുസരിച്ച് അങ്ങനെ ഫ്രൂട്ട്സ് നമ്മൾ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രൂട്ട്സ് ആരോഗ്യം ഉള്ള ഒരാൾക്കാണ് ഫ്രൂട്ട്സ് കഴിക്കുന്ന, സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന, ഫ്രൂട്ട്സിൽ തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട് കമ്പൈൻ ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് പല ടേസ്റ്റിലുള്ള മധുരമുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പുളിയുള്ളതുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിക്കുന്നത് ശരീരത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഗുണം ചെയ്യില്ല. ഫ്രൂട്ട്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കളേഴ്സ് ആണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നേരിട്ട് കിട്ടും. അത് ശരീരത്തിന് വളരെ മെച്ചമുള്ളതാണ്. എന്നാൽ ഈ ഫ്രൂട്ട്സ് എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ധാരണയില്ല. ഫ്രൂട്ട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമുള്ളത് ഫ്രൂട്ട്സിന്റെ കവറിലാണ്, തൊലിയില്. ഈ തൊലി കഴിക്കുന്ന എത്ര പേരുണ്ട്?
നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്ന ഒരു ഫ്രൂട്ടിന്റെയും തോല് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഫ്രൂട്ട്സിനകത്തുള്ളത് നല്ലതാണ്. നമ്മുടെ വീട്ടിനകത്തുള്ള നമ്മുടെ പറമ്പിനകത്ത് ഉള്ള ഫ്രൂട്ട് ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അവിടെ നമുക്കൊരു കൺട്രോൾ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്നതിനെ പറ്റിയിട്ട് ആസ് എ പ്രാക്ടീഷണർ ഞാൻ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരുപാട് പോസിറ്റീവ് അപ്രോച്ച് അല്ല ഉള്ളത്. ആരോഗ്യം ഇല്ലാത്ത ഒരാളുടെ ആരോഗ്യം കൂടുതൽ പോകാനാണ് ഇന്നിപ്പോ പഴങ്ങൾ സഹായിക്കുന്നത്. അപ്പോ സാറേ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മള് എരിവുള്ള ഭക്ഷണം കഴിച്ചു. അപ്പൊ ആ ഭക്ഷണം എരിവുണ്ടാവുമ്പോ അതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് വയറിനകത്തായാലും തൊണ്ടയിലായാലും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണോ അല്ല അത് ഹാനികരാണോ? ഹാനികരമാണ്. ഓ അതെന്താ സാറ് എന്താ എന്താ കാരണം പറയും? എന്താ സാറിന് കാരണം പറയും? വളരെ സിമ്പിൾ ആണ് സാർ. നമ്മളൊന്ന് കൂടുതൽ എരിവ് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരം കഴിക്കുക. അതല്ല അത് എരിവിനെ തന്നെ നോർമലി ചില ആൾക്കാർക്ക് ചെറിയ എരിവുണ്ടെങ്കിൽ തന്നെ അത് വായക്ക് പിടിക്കുന്നില്ലേ? പക്ഷെ ചില ആൾക്കാർക്ക് നല്ലോണം എരിവുണ്ടെങ്കിലും അത് ഒരു പ്രശ്നമല്ല. അതെന്തുകൊണ്ട് അങ്ങനെ? നമ്മുടെ നാവിന് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, രുചിമുകുളങ്ങളുണ്ട്. ഈ രുചിമുകുളങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു രീതി. നമ്മുടെ നോർമലി അവൈലബിൾ ആയിട്ടുള്ള ഉപ്പ് അല്ലെങ്കിൽ എരിവ്, മധുരം ഇതുപോലെയുള്ള സാധനങ്ങള് നമ്മുടെ രുചിമുകുളങ്ങൾ അങ്ങ് റെസിസ്റ്റ് ചെയ്യാണ് തുടങ്ങുന്നത്. ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ശീലത്തിൽ ഒരുപാട് എരിവും ഒരുപാട് പുളിയും ഒരുപാട് ഉപ്പൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ ബാലൻസ് ചെയ്യാൻ എഗെയിൻ നമ്മൾ കഴിക്കുന്നത് ശരീരത്തിൽ പെട്ടെന്ന് ഷുഗർ കിട്ടുന്ന മധുരങ്ങളാണ്, അല്ലെ? അപ്പൊ ഓൾറെഡി ഇതൊന്നും നമ്മുടെ വയറിന് പ്രശ്നമല്ല കേട്ടോ. ദഹനം, ആഗിരണം എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇതൊന്നും നമ്മുടെ വയറിന് പ്രശ്നമല്ല. വയറിന് എന്ത് വേണം? സാത്വികം ആണ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു ബാലൻസിൽ മിതമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു ദോഷമല്ലാതെ ശരീരം കൊണ്ടുപോകുള്ളൂ. പക്ഷെ കൂടുതൽ എരിവോട് കൂടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഓൾറെഡി ആമാശയം കിടന്ന് പെടപ്പാട് പാടുകയായിരിക്കും. ആ സമയത്താണ് നമ്മൾ എന്ത് കൂടുതൽ കഴിച്ചത്? പഞ്ചസാരയും കൂടെ അല്ലെങ്കിൽ മധുരമുള്ള വേറെ എന്തെങ്കിലും. പിന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ എഗെയിൻ ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു ഹോർമോണുകളോ വേണം. ആക്ച്വൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയക്ക് ഒരുപാട് ഇതിനകത്ത് ചെയ്യാനുണ്ട്. പല രുചിക്കും അനുസരിച്ചുള്ള ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അപ്പൊ ഈ ബാക്ടീരിയയുടെ കോളനിയെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ നമ്മളുടെ ഓവർ യൂസ് അല്ലേ? ഇപ്പൊ അടുത്തിടെ ഞാൻ കണ്ട ഒരു ന്യൂസ്, പാലക്കാടാണോ തമിഴ്നാട്ടിലാണോ എന്ന് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. 14 വയസ്സുള്ള കുട്ടിക്ക് സ്കൂളിൽ വെച്ച് ചോറൂണ് നടത്തിയെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വയസ്സ് വരെ ചോറ് കഴിച്ചിട്ടില്ല ഈ കുട്ടി. അപ്പൊ എന്താ കഴിച്ചേ? ചപ്പാത്തി. അതെ, ചോറ് കൊടുത്തിട്ടില്ല. തമിഴ്നാട്ടിൽ വേറൊരു ആചാരം കൂടിയുണ്ട്. അവിടെ നമ്മൾ ഈ ചോറൂണ് പോലെ തന്നെ മുളക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന ഒരു സമയമുണ്ട്. മുളക് തന്നെ മീൻസ് എരിവ് തന്നെ ഉണ്ടയാക്കിയിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള പല ആചാരങ്ങളും വരുന്ന സമയത്ത് അവരുടെ ഭക്ഷണം നമുക്ക് അറിയാൻ പറ്റും. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രയിലുമുള്ള ഭക്ഷണത്തിൽ എരിവിന്റെ അംശം വളരെ കൂടുതലാണ്. ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിക്കണമെങ്കിൽ വലിയ പാടാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അത്രയും എരിവ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെ? അപ്പൊ അത്രയും മസാലകളുടെ ഉപയോഗം കൂടുന്നുണ്ടെങ്കിൽ, മസാലകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്, അതിനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ മസാലകളും ദോഷം ചെയ്യും. ഈ അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാനുള്ള കാരണം ഇന്നത്തെ നമ്മുടെ എന്താണ് എരിവ്? എരിവ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. ഈ എൻസൈം ശരീരത്തിനകത്തുള്ള മറ്റു പലതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അൾസറസ് ആവുന്നത്, അല്ലെ? ഈ വയറിനകത്ത് അൾസറോ അല്ലെങ്കിൽ കട്ടോ എന്തെങ്കിലും ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും എരിവ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്ട്രീം പുളിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ പാറ്റേൺ ഒന്ന് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്.
സാറേ ഒരു കാര്യം കൂടെ. പറയാം. ആ നമ്മൾ ഈ പഴം സാറ് പറഞ്ഞല്ലോ തൊണ്ടോട് കൂടി കഴിക്കുന്നവര് എത്രയുണ്ട്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമുക്ക് വിശ്വസനീയമായ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പഴങ്ങൾ അതെന്താണേലും അതിന്റെയൊക്കെ തൊണ്ട് ഉപയോഗിക്കാമോ? വാഴപ്പഴം എന്ന് പറയുന്നതാണെങ്കിൽ അത് ഒരുപക്ഷെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഉപയോഗിച്ചു എന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പച്ച കായയില്ലേ, കായ കൊണ്ട് നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഇതിന്റെ തോല് തൊണ്ട- കളഞ്ഞിട്ടാണോ? അതെ 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 അത് തൊണ്ടോട് കൂടിയാ കഴിക്കുക. അല്ലേ? അപ്പൊ നമുക്കത് അവിയലിനൊക്കെ അറിയാം. ആയിരിക്കും. പിന്നെ നമ്മള് ഈ നെല്ലിന്റെ എല്ല് എന്ന് പറയുന്ന ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. പണ്ടൊക്കെ നെല്ലിന്റെ പുറത്തെ തൂളി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോ ഒരാള് വെറുതെ നെല്ലിനകത്തുള്ള ആ അരി എടുത്ത് വായിലിട്ടു. അങ്ങനെ അയാൾക്ക് മധുരം കിട്ടി. പിന്നെയാണ് അയാൾ അത് കഴിക്കാൻ തുടങ്ങിയത്. ആക്ച്വൽ തൊണ്ടിനകത്ത് ഉള്ള ഫൈബറും മറ്റ് ന്യൂട്രീഷണൽ അളവും കൂടുതൽ തന്നെയാണ്. ഏറ്റവും കുറവ് പുഴു വരുന്ന ഒരു സാധനം ഒരുപക്ഷെ വാഴപ്പഴമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് ഈ റംബുട്ടാൻ, മാംഗോസ്റ്റിൻ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഇപ്പൊ ആയി തുടങ്ങിയല്ലോ. അതിലൊക്കെ തൊണ്ടുകൾ പാടുണ്ടോ? വലിയ പേടി. അതിലൊക്കെ കുരു കഴിക്കാമ്പോ അതിന്റെ ഫ്ലഷ് മാത്രമേ പാടുള്ളൂ. ഇതേപ്പറ്റി ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആവലാതിയ. അപ്പൊ എന്തോ വേണം. അപ്പൊ ഇതിങ്ങനെ കഴിക്കാവുന്നതാണെങ്കിൽ ഏറ്റവും ശുദ്ധമാണ്, നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അത് കഴിക്കാമോ എന്നുള്ളതാണ് ചിന്തിച്ചത്. അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് തന്നെ വേണം കഴിക്കാൻ. ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായ്ക്ക് പിടിക്കുന്നുണ്ടോന്നല്ല, അതിന്റെ ഗുണം കൂടി നോക്കിയിട്ട് വേണം അത് കഴിക്കാൻ. ചില സാധനങ്ങളുണ്ട് അതിന്റെ തോൽ കഴിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യില്ല. കാരണം തോൽ നമ്മളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന രീതിയിലായിരിക്കും. പോയിസണസ് ആയിട്ടുള്ള രീതിയിലൊക്കെ വരാം, അല്ലെങ്കിൽ ഇൻഡൈജഷൻ വരുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പൊ എല്ലാ പർട്ടിക്കുലർ ഫ്രൂട്ട്സ് എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കേണ്ടി വരും ഓരോന്നും. ഒരു കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളോ പേരക്ക സപ്പോർട്ടോ അതുപോലെയുള്ളതിന്റെ ഒക്കെ തോല് കഴിക്കണം. ആ പേരയ്ക്ക വീട്ടിലുണ്ടാകുന്നതിന്റെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അത് പിന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേവിക്കാതെ കഴിക്കണം. പല ആൾക്കാരും ഈവൻ ആപ്പിള് പോലും വേവിച്ചിട്ട് കഴിക്കുന്നുണ്ട്. ഏതാ ആപ്പിളൊക്കെ പുറമേ നിന്ന് അധികം വാക്സ് കോട്ടഡ് ആയിരിക്കുമല്ലോ സാറേ, അതുകൊണ്ടാണ് അത് അധികവും തൊലി കളഞ്ഞിട്ട് കഴിക്കുന്നത്. പഴയൊരു കോട്ട് ഉണ്ടല്ലോ സാർ, എൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്ന്. അതിന്റെ ശരിയായ അർത്ഥം നമുക്ക് കിട്ടണമെങ്കിൽ ആപ്പിൾ തോടോട് കൂടിയിട്ട് കഴിക്കണം, തൊലിയോട് കൂടിയിട്ട് കഴിക്കണം. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ആപ്പിൾ അല്ല. വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ആപ്പിൾ ശരിക്കും ആപ്പിളേ അല്ല. നിങ്ങളത് വാങ്ങിക്കാതിരുന്നാലും അത്രയും നല്ലത്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു സെഷനിൽ ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിരുന്നു. ടോട്ടൽ ഉള്ള ആപ്പിളിന്റെ ഉപയോഗത്തിൽ ഓൾമോസ്റ്റ് 70% നമ്മൾ മലയാളികളാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടെന്താ കേരളത്തില് രോഗം കുറവാണ്. സാർ ഈ വാഴപ്പഴം ചില ആളുകൾ പുഴുങ്ങി കഴിക്കാറുണ്ട്. അതിന്റെ പാടില്ല എന്നും പറയുന്നുണ്ട്. ചില ആൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് വയസ്സന്മാരൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത്. എന്താ അതിന്റെ ദഹനം കുറച്ച് ഈസി ആക്കും. അതുപോലെ തന്നെ ഫൈബറിന്റെ അളവ് അതിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആക്കും. ഞാൻ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു പറഞ്ഞത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു പാറ്റേൺ. സ്റ്റാർച്ച് ഉണ്ട്, ഈ സ്റ്റാർച്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ചൂടാക്കുന്ന പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറെ സയന്റിഫിക് ആയിട്ട് അന്വേഷിച്ച് നോക്കി വാഴപ്പഴം ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ വാഴപ്പഴം ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ സയൻസിലേക്ക് എനിക്ക് ഒരുപാട് പോകാൻ പറ്റിയിട്ടില്ല. മീൻസ് അത്രയും 100% ശരി എന്ന് പറയുന്ന ഒരു ഉത്തരം പറയാൻ എനിക്കതിൽ പറ്റില്ല. പക്ഷെ പഴം കഴിക്കുന്നതാണല്ലോ പ്രകൃതി. വേവിച്ചെടുക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ് അധികമുണ്ട്. പിന്നെ ഡൈജഷൻ ലേശം കൂടി എളുപ്പത്തിൽ നടക്കും. അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞ പിന്നെ എന്റെ അറിവ്. പക്ഷെ അതിനകത്തുള്ള ഫ്രക്ടോസിന് ഒരു രൂപമാറ്റവും സംഭവിക്കുന്നില്ല. ഫ്രക്ടോസ് ആയിട്ട് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകണം. മീൻസ് അതിന്റെ ടോട്ടൽ ഷുഗർ എന്നുള്ള ഇത് തന്നെ മാറിപ്പോകും. പഴം ചൂടാക്കുമ്പോൾ അത് കറുത്തു പോകുന്നില്ലേ?
മധുരം കുറയാറുണ്ട്. അങ്ങനെ പുഴുങ്ങി കഴിക്കുമ്പോൾ മധുരം കുറെ കുറയും. അല്ലെ, പൊതുവെ പഴങ്ങളൊക്കെ നാച്ചുറൽ ആ റോ ഫോമിൽ തന്നെ തിന്നുന്നതാണ് നല്ലതെന്നാണല്ലോ ഒരു അതെ. ഒരു ഒരു അതെ അതെ വാങ്ങുന്ന പഴമാണെങ്കിൽ ചിലപ്പോ ഏത്തപ്പഴമാണെങ്കിലും ഉള്ളിൽ പുഴുവുണ്ടാവും ഇപ്പോഴത്തെ നിലപാടില്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വേവിച്ച് കഴിച്ചാൽ അത് കുറച്ച് പ്രൊട്ടക്ഷൻ ആണെന്നാണ് എന്റെ അഭിപ്രായം. വാങ്ങുന്ന പഴത്തിൽ പുഴു കാണാൻ വഴിയല്ല കേട്ടോ, വാങ്ങുന്ന പഴത്തിൽ പുഴു കയറാൻ പറ്റൂല. ഉണ്ട് പാളയംകുടം പഴത്തിലും ഏത്തപ്പഴത്തിലുമാണ് കാണുന്നത്. അത് നാടൻ പഴം, അത് തനി നാടൻ പഴം, അതുകൊണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ജോഷി സാർ. പക്ഷെ എന്തായാലും നമ്മൾ കൂടുതൽ അറിവിലേക്ക് പോകുമ്പോ സാറിന്റെ ക്ലാസ് എല്ലാം നല്ലത്. പക്ഷെ പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഒരു സദ്യക്ക് ബ്രേക്ക് ആയി പോലെ. അത് സദ്യ കഴിഞ്ഞാലാ പഴം കഴിക്കുന്നത്. അതാ പറഞ്ഞു വന്നതെന്ന് തോന്നുന്നു. ജോഷി സാർ പറയും. വളരെ കാലങ്ങളായിട്ട് അങ്ങനെ ഞാനും ചെയ്തിരുന്നു ഈ ക്ലാസ് കേൾക്കുന്നിടം വരെ. പുഴുവുള്ള പഴവും പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ വെജും നോൺ വെജും ആയിക്കോളും. അപ്പൊ അങ്ങനെ ഒരു തീർച്ചയായും ഗുണം. അപ്പൊ ഒരു സംശയം ഉണ്ടാവില്ല. അവിടെ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഞാൻ വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനത് പറയാം. ഈ ചെറിയ പ്രാണികളില്ലേ, അതിനകത്ത് ഉള്ള പ്രോട്ടീൻ വളരെ ഗുണമുള്ളതാണ്. പുൽച്ചാടി, പുഴു, അല്ലെങ്കിൽ പച്ചത്തുള്ളൻ, ഇതുപോലെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെ അതിനകത്തൊക്കെയുള്ള പ്രോട്ടീൻ ആക്ച്വലി 1 ഗ്രാം ആണെങ്കിൽ ആ 1 ഗ്രാം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും പ്രോട്ടീന്റെ യൂസേജ് വളരെ കുറവാണ്. അതേ സമയത്ത് ഇപ്പോ ആടുമാടുകളോ അല്ലെങ്കിൽ ഈവൻ കോഴിമുട്ട പോലും ആണെങ്കിലും ഒരു കോഴിമുട്ട ആവാൻ അല്ലെങ്കിൽ 1 കിലോ കോഴിമുട്ട ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കിലോ പ്രോട്ടീന്റെ ആവശ്യമുണ്ടെങ്കിൽ 1 കിലോ ഈ ചെറു കീടങ്ങളുടെ പ്രോട്ടീൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് 1 കിലോ പ്രോട്ടീൻ ആവശ്യമുള്ളൂ. മീൻസ് എക്കോ ഫ്രണ്ട്ലി ആണ് കുറച്ചുകൂടെ. അതെ സാറേ, ഏതോ ഒരു ഈ കിഴക്കൻ രാജ്യങ്ങളിൽ എവിടെയാണ് ഒരു ഗ്ലാസ് പുഴുവിനെ ഗസ്റ്റിന് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് ഒരു ലൈവ് വീഡിയോ കണ്ടത്. ഗസ്റ്റിന് കൊടുക്കണു, വീട്ടിലുള്ളവർ അത് അത്രയും കഴിക്കാറില്ല പോലും. വലിയ പെരിയ ചെറു പുഴുകൾ. അത് വേറൊന്നും കഴിക്കണമെന്ന് അല്ല, പഴം തിന്ന് വളരുന്ന പുഴുവിന് എന്നാ കുഴപ്പം? അതെ 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 ഇപ്പൊ അത് പറഞ്ഞപ്പോ കൂട്ടി വായിക്കാതെ പഴത്തിനകത്ത് പുഴുവണി അത് നല്ലതല്ലേ? കാണുന്നില്ലെങ്കിൽ അല്ല നല്ലത്. ചൈനയിലും ജപ്പാനൊക്കെ അങ്ങനെ സാറല്ലേ? ചൈന ജപ്പാനൊക്കെ അങ്ങനെയല്ലേ? ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റിലും ഇത് ഉണ്ട് ഓൾറെഡി. നോർത്ത് ഈസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലുണ്ട്. മുമ്പ് നമ്മുടെ കാപ്പിക്കകത്തും ചായക്കകത്തും ഒക്കെ ഈ പഞ്ചസാര ഇടുന്ന കൂടെ പിന്നെ ഉറുമ്പുണ്ടെങ്കിൽ വീട്ടുകാർ പറയുമായിരുന്നു ഉറുമ്പ് നല്ല കണ്ണ് തെളിഞ്ഞുകൊള്ളുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് സാറിന്റെ ക്ലാസ് എല്ലാ ക്ലാസ്സുകളും നമ്മൾക്ക് വളരെ പുതിയ അറിവുകളോ അല്ലെങ്കിൽ വളരെയേറെ വേറെ ഇംപ്രഷൻ പ്രദാനം ചെയ്യുന്നതാണ് ഇന്നത്തേത് ഉൾപ്പെടെ. എന്നാൽ അവസാനത്തെ പഴത്തിന്റെ ചർച്ചയിലേക്ക് വന്നപ്പോൾ ആകപ്പാടെ ഒരു നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം നമ്മള് ചോറുണ്ടതിന് ശേഷം പഴം കഴിക്കാറുണ്ട്, ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കാറുണ്ട്, പിന്നെ ഫ്രൂട്ടേറിയന്മാർ ഇവിടെ ചിലരുടെ ചികിത്സയിൽ തന്നെ ഫ്രൂട്ട്സ് നൽകി മാത്രം ചികിത്സിക്കുന്ന ചില പാർട്ടികളുണ്ട്. ഞാൻ അതിലുമൊക്കെ വശപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഇതിൽ ഏതിലെന്നൊക്കെ ഉള്ള നമ്മൾ ആകെപ്പാടെ ഇപ്പം ഇതായി പോകും. അപ്പൊ എനിക്ക് തോന്നുന്നത് സാറെ ചുട കാച്ചിക്കുറിക്ക് എല്ലാം ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. എങ്കിൽ കൂടെ ഇതിനകത്തിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ പലര് ഡയബറ്റിക് രോഗികളുണ്ടാവും. അങ്ങനെയെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ വരുമ്പോ അത് മറക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇപ്പൊ ഓർത്തത് കൂടെ പറയട്ടെ. റോബസ്റ്റാപ്പഴം ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ ഉഗ്രനാണ്. പച്ചപ്പഴം ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന അല്ലെങ്കിൽ കഴിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത് കുഴപ്പമില്ല, മറ്റേ പഴമൊക്കെ കുഴപ്പമുള്ളൂ, ഏത്തക്കയാണ് ഏറ്റവും വലിയ കുഴപ്പം, പച്ചപ്പഴം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം അങ്ങനെയെങ്കിൽ ഈ ഡയബറ്റിക് രോഗികൾക്ക് എപ്പോൾ
പഴം കഴിക്കാം, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ പഴം കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പല കാര്യങ്ങളും പുതുമയുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ട് എനിക്ക് ആപ്പിള് പുഴുങ്ങി കഴിക്കുന്ന കാര്യവും പാളയംകുടം പഴം പുഴുങ്ങി കഴിക്കുന്നു എന്നൊക്കെ എൻ്റെ പുതിയ അറിവുകളാണ്. അങ്ങനെയൊന്നും ഞങ്ങളുടെ നാട്ടിൽ നമ്മൾ ചെയ്തിട്ടില്ല. ഈ നാട്ടിൽ ആരും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല. ചിലര് ആപ്പിള് തൊലിയെത്തി തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ അറിയാവുന്ന രീതിയിൽ അതിനോട് പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ബാക്കി ഇപ്പം വീണ്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏതായാലും ഡയബറ്റിക് രോഗികളെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് പഴം കഴിക്കണോ, പഴം കഴിക്കാവോ, ഏത് പഴം കഴിക്കാം, എപ്പോൾ കഴിക്കാം, ഇതൂടൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടിയാൽ കൊള്ളാം. ഈ തൊലിയെ കുറിച്ചുള്ളതിലും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. എങ്കിലും അത് സാറിന്റെ ഒരു വാചകത്തിൽ അതിനൊരു തീർപ്പ് കൽപ്പിക്കാം. അതിന്റെ രുചിയും അതിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയേ കഴിക്കാവുള്ളൂ. ഈ പപ്പായൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. പപ്പായയുടെ തൊലി കഴിക്കാവോ? പാടെ കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു രംഗമാണ്. ഓക്കെ, പപ്പായന് എൻസൈം കൂടുതലുള്ള ഒരു സാധനമാണ് പപ്പായ. അപ്പൊ അതിനകത്ത് അതിന്റെ ഉള്ളിലല്ല, പഴുക്കുമ്പോഴാ എൻസൈമിന്റെ അളവ് കുറയും. ഞാൻ അതാ പറഞ്ഞ ഓരോന്നിനും വ്യത്യസ്തമായിട്ടാണ്. ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈവൻ ഡയബറ്റീസിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും അളവ് കൂടുതലുള്ളവരായിക്കോട്ടെ, ഇവർ രണ്ടുപേരും പൊതുവെ വൈകുന്നേരങ്ങളിൽ ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഫ്രൂട്ട്സ് കഴിക്കേണ്ടെന്നല്ല, നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ WHO അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന പോലെയുള്ള എല്ലാ ഇതിലും പ്രധാനപ്പെട്ട ഫുഡ് പാറ്റേൺ പറയുമ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്നാണ് പറയുക. പഴവും പച്ചക്കറിയും, അല്ലാതെ പഴങ്ങൾ മാത്രം കഴിക്കണം എന്നല്ല. നമുക്ക് പ്ലാന്റ് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഫൈറ്റോ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പഴങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പച്ചക്കറികളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ടല്ല. ഈവൻ ഇഫ് പഴങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫൈബറിന്റെ അളവ് കുറയുന്നുണ്ടെങ്കിൽ അത് പച്ചക്കറികളിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ പഴം മാത്രമായിട്ട് കഴിക്കുന്നതിന് പകരം പഴവും പച്ചക്കറിയും കൂടിയിട്ട് കഴിക്കുക. ഇതൊന്ന് നമ്മൾ പകുതി മാത്രമേ ചെയ്യുള്ളൂ. പഴം മാത്രം കഴിക്കും, കാരണം അതാണ് നമുക്ക് ഈസി, അതാണ് ടേസ്റ്റ്. നമ്മൾ മറ്റേ പാർട്ട് മറന്നുപോകും. അപ്പം ഈ പല ആൾക്കാരുടെയും ഭക്ഷണ പാറ്റേൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാർബോഹൈഡ്രേറ്റും കുറെ ഫ്രക്ടോസും ആണ്. കുറെ ചോറ് കഴിക്കും, അല്ലെങ്കിൽ കുറെ പുട്ടും പഴവും, കുറെ കാർബോഹൈഡ്രേറ്റും കുറെ ഫ്രക്ടോസും ആണ്. ഈ ഒരു പാറ്റേൺ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂട്ടും, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂട്ടും. അതുപോലെ തന്നെ ഷുഗർ മീൻസ് നമ്മളിപ്പോ പറഞ്ഞില്ലേ പാറ്റേണിൽ കുറെ കാർബോഹൈഡ്രേറ്റ്, ഈ കാർബോഹൈഡ്രേറ്റ് ഷുഗറിന്റെ അളവ് കൂട്ടും. അപ്പൊ ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് എവിടെ? കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഇപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മില്ലറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പുട്ടിനകത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, എന്നിട്ട് പഴം കൂട്ടി കഴിക്കുക. ഒരു കോമ്പിനേഷൻ ആണ്. നമുക്ക് ആ ഫുഡ് പാറ്റേൺ നമുക്ക് തന്നെ എടുക്കാം. അത് തന്നെ പഴം തന്നെ വേണമെന്നില്ല കേട്ടോ. അതിന്റെ കൂടെ ചെറുപയറോ അല്ലെങ്കിൽ കടലയോ പോലെയുള്ള കറികൾ ഉപയോഗിച്ചിട്ടോ അത് എടുക്കാൻ പറ്റും. ഈവനിങ് അവേഴ്സിൽ നമ്മുടെ ഡൈജഷൻ, അതുപോലെ തന്നെ സ്റ്റൊമക്ക് എംപ്റ്റിങ്, ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു. അപ്പൊ ഈവനിങ് അവേഴ്സിൽ ട്രൈഗ്ലിസറൈഡിന്റെ അതുപോലെ തന്നെ ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും ഫ്രൂട്ട്സ് ഒഴിവാക്കുക. ഫ്രൂട്ട്സ് അഥവാ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണമായിട്ട് കുറച്ച് സമയം ഗ്യാപ്പിൽ കൊടുക്കുക. ഞാൻ ഏതോ ഒരു സെഷനിൽ ഇതേപോലെ ആരോ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, രാവിലത്തെ ഭക്ഷണം പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും മാത്രം കഴിക്കും, ആൻഡ് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ. ഫ്രൂട്ട്സും വെജിറ്റബിളും എന്ന് പറയുമ്പോൾ പ്രോട്ടീനെ നമ്മൾ അവിടെ ഒഴിവാക്കാൻ പാടില്ല. പല ആൾക്കാരും കണ്ടിട്ടുണ്ട് പുട്ടും പഴവും മാത്രം കഴിച്ചിട്ട് പോവുക. പക്ഷെ അതിന്റെ കൂടെ പ്രോട്ടീൻ ഇൻഗ്രീഡിയന്റ് കൂടി ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് വളരെ ഗുണം ചെയ്യും. നമ്മൾ ഒരു ദിവസത്തേക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ അല്ല പറയുന്നത്. ഒരു ദിവസത്തേക്ക് ഇത് മാറി എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാറി എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അതേസമയത്ത് റെഗുലറായിട്ട് ഇത് തന്നെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ ലൈഫിൽ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. സാറേ എനിക്കൊരു ചോദ്യമുണ്ട് സാർ. എന്താണ് ചേർക്കേണ്ടത്? ജോഫി സാർ, പുട്ടും പഴത്തിന്റെ കൂടെ പ്രോട്ടീന് വേണ്ടി പയറ് ചേർക്കോ? പയറ് ചേർക്കാം, മുട്ട ചേർക്കാം.
പയർ അതിന്റെ കൂടെ തന്നെ ഈ പുട്ടും പഴവും കുഴച്ചിട്ട് അതിൽ പയറൊഴിക്കണം എന്നല്ല, ഇത് വേറെ തന്നെ കഴിക്കാം. അപ്പം വീട്ടില് സാറേ, നമ്മുടെ ഈ ഫംഗ്ഷനുകളിൽ ഇപ്പൊ സദ്യയുടെ കൂട്ടത്തില് എരിവും പുളിയും പിന്നെ പഴം, ഫ്രൂട്ട്സ് ഉണ്ടാകും. ഒന്നെങ്കിൽ ഞാലിപ്പൂവമ്പഴം അല്ലെങ്കിൽ പൈനാപ്പിൾ. ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യല്ലേ. പിന്നെ അതുപോലെ ഇപ്പൊ നോൺ വെജിന്റെ കൂടെ സാലഡൊന്നും എന്താ ഈ തൈര് കഴിക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പറയാമോ? നോൺ വെജിന്റെ കൂടെ തൈര് കഴിക്കരുതെന്ന് പറയാറുണ്ട്. അത് തൈര് ഒഴിച്ചിട്ട് തന്നെ നോൺ വെജ് കുക്ക് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. നോൺ വെജിൽ പ്രത്യേകിച്ച് ഫിഷിനെ പറ്റിയിട്ടാണ് അങ്ങനെ പറയാറ്. ഫിഷും തൈരും കൂടിയിട്ട് നല്ലതല്ല, ലാക്റ്റിക് ആസിഡിന്റെ ഫോർമേഷൻ സംതിങ്, അതിനെ പറ്റി ഞാൻ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. അത് കഴിക്കരുതെന്ന് പറയാറുണ്ട്. വിരുദ്ധാഹാരങ്ങളുടെ ലിസ്റ്റിലും ഒക്കെ വരുന്നതാണ് ഇത് രണ്ടും. അതേസമയത്ത് ചില സദ്യ കൊടുക്കുന്നവർക്ക് ഒരു വിരുദ്ധാഹാരവും നോക്കാറില്ല. അവർ ഈ പറഞ്ഞതെല്ലാം സെർവ് ചെയ്യാറുണ്ട്. വേണ്ടുന്നത് കഴിക്കണം എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസ്. പിന്നെ വേറൊരു കാര്യം, ഈ കുറച്ചു നേരത്തെ അബ്ദുൾ റഹീം സാറാണ് ചോദിച്ചത്, നല്ല എരിവിന് ശേഷം ഒരല്പം മധുരം കഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ബാലൻസ് ആയി പോവും, അല്ലെങ്കിൽ നാവിന് നല്ലതല്ലേ എന്ന്. ഇതാണ് ഇന്ന് സദ്യയിൽ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, അങ്ങനെ ഒരു കുറച്ചു പേർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ഒരു പാറ്റേൺ ആക്കുക. ഓട്ടോമാറ്റിക്കലി സദ്യക്ക് പോകുന്ന എല്ലാവരും ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ, അതുകൊണ്ട് അതും കഴിക്കും. അത് ഫ്രൂട്ട് സലാഡും ഗുലാബ് ജാമുനും ഐസ്ക്രീമും ഒരേ ദിവസം ഒരു സദ്യയിൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് 2-3 പ്രാവശ്യം, ഇത് 3. മ്യൂട്ടാണ് സർ. എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നു. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ആണ് കക്ഷി. നമ്മുടെ കേക്കില്ലേ, പേസ്ട്രി അല്ലെങ്കിൽ എന്താ പറയാ, ഈവൻ ക്രീം കേക്ക്, ഈ ക്രീം കേക്ക് സോസ് ഇട്ടിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കുന്ന പല ആൾക്കാരുടെയും നാവ് അങ്ങനെയുള്ള ടേസ്റ്റുമായിട്ട് ഒത്തുപോവാണ്. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട്, സദ്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇന്ന് ആൾക്കാർ നല്ലത് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്, നിങ്ങൾ ആരോഗ്യത്തിലേക്ക് കൊണ്ടുപോകാനേ അല്ല. പണ്ടൊക്കെ ഒരു വർഷത്തിൽ 1-2 സദ്യയും 2 വീട്ടിലും, ഓണം, വിഷു, അതുപോലെ തന്നെ പുറത്ത് മേ ബി 1-2 കല്യാണം ഒക്കെ ആയിട്ട് ടോട്ടൽ 4 സദ്യ ഒരു വർഷത്തിൽ ഉണ്ടായിരുന്നത് ഇന്നിപ്പോ ഒരാഴ്ചയിൽ 4 സദ്യയാണ്. ഇതൊക്കെ കാരണമാകാം ഇന്നിപ്പോൾ കേരളത്തിൽ ഇത്രയും രോഗങ്ങളും, അല്ലെങ്കിൽ പേരറിയാത്ത, ഈവൻ ഇതുവരെ അതിന്റെ ചികിത്സയൊന്നും രീതികൾ കണ്ടുപിടിക്കപ്പെടാത്ത പല രോഗങ്ങളും ഇന്നിപ്പോ കൂടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. സാറേ, ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. ഇപ്പോ എപ്പോഴും ഹങ്കറായിട്ട് വിശന്നിരിക്കുന്നതിന് സ്ട്രെസ് ഒരു കാരണമാണെന്ന് കണ്ട്, ഈ സ്ട്രെസ് ഉണ്ടാകാനായിട്ട് എന്താണെന്നൊന്ന് പറയാമോ? സ്ട്രെസ് ഒരുപക്ഷെ ജോലി കൊണ്ടാവാം, ഒരുപക്ഷെ താമസിക്കുന്ന സിറ്റുവേഷൻ കൊണ്ടാവാം, ഒരുപക്ഷെ നമ്മുടെ പുറത്ത് ക്ലൈമാറ്റിക് ആയിട്ടാവാം, അല്ലെങ്കിൽ എന്താ ഇഷ്ടപ്പെടാത്ത ചുറ്റുപാടില് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ സ്ട്രെസ് ഉണ്ടാവും. സ്ട്രെസ്സിനെ പറ്റി ഓൾറെഡി 2 വലിയ സെഷൻ എടുത്തിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു സെന്റൻസിൽ ഒപ്പിക്കാം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഗണിച്ചുണ്ടാക്കണം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാൻ, ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. എനിത്തിങ് എൽസ്? ഡയബറ്റീസിന് സ്പെഷ്യൽ സെക്ഷൻ വേണം. ഫുഡും ഞങ്ങളെ റിസൾട്ട് വെച്ചുകൊണ്ടുള്ള ഒരു 1-2 എക്സാമ്പിൾ. സാർ എന്താ പറഞ്ഞേ? ഡയബറ്റീസ് ഉള്ളവർക്ക് അവിടെ ഒരു ഫുഡ് പാറ്റേൺ ഞങ്ങളുടെ ബ്ലഡ് റിസൾട്ട് വെച്ചുകൊണ്ട് ഒന്ന് അനലൈസ് ചെയ്തു. 1-2 എക്സാമ്പിൾ. ഡയബറ്റീസ് ഉള്ളവർക്ക് അവരുടെ ബ്ലഡ് സാറിന് പേഴ്സണലായിട്ട് വിളിക്കാം, ഞാൻ നമ്പർ തരാം. മതി അവർ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അങ്ങോട്ടെങ്കിലും കറക്റ്റ് ചെയ്ത് പോകാൻ, തീർച്ചയായും. സാറിന്റെ നമ്പർ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എടുക്കാം, അല്ലെങ്കിൽ ഞാൻ തരാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി ലേറ്റ് ആയി. സാറും ജോലി കഴിഞ്ഞ് ഉടനെ വന്ന വഴിയാണ്. സോ താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇപ്പം സാർ, താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ.
ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ് സർ. നാളെ നമുക്ക് തിരുക്കുറളിന്റെ സെഷൻ ഉണ്ട്. അതുപോലെ തന്നെ നാളെ യോഗാ ദിനമായിട്ട് ബന്ധപ്പെട്ട് 8:30 മുതൽ ഒരു യോഗാ ദിനത്തിന്റെ 3 ക്ലാസ്സുകളുണ്ട്. പ്രത്യേകിച്ച് ക്ലാസ്സുകൾ ഇങ്ങനെയാണ്: യോഗ ശരീരത്തിന് നൽകുന്ന ഗുണങ്ങൾ, ശ്വസനകല യോഗയിലൂടെ, അതുപോലെ യോഗയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാം. ഈ 3 ക്ലാസ്സുകൾ നാളെ 8:30 ശേഷം ഉണ്ടാവും. 8:30 മുതൽ ഉണ്ടാവും. അത് U3യുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മോഹൻദാസ് സാറിന്റെ തിരുക്കുറളിന്റെ അടുത്ത സെഷനും കൂടെ നാളെ 7 മണിക്ക്. സോ ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. ബൈ. സാബു സാറേ, ഇന്നലെ ഞങ്ങളൊക്കെ കേറിയിരുന്നു കേട്ടോ. ഞാൻ കണ്ടിരുന്നു. കേറി സാർ കഴിഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നു സാറേ. ഞാനേ ഒരു ചെറിയ തിരക്കിലായി. നോക്കാം. ഞാൻ നമ്മുടെ പരിപാടിയാന്നാ വിചാരിച്ചു. കേറി കഴിഞ്ഞപ്പോഴാണ് അത് വേറെ അവരുടെ ഇല്ല, അത് കോമൺ സാർ. അല്ലല്ല, അത് ദാറ്റ്സ് ഫോർ പബ്ലിക്കാണ്. ആണോ? അല്ല, അതിന്റെ ഇതുണ്ടോ അപ്പൊ നമ്മുടെ പോലെ യൂട്യൂബ് ഉണ്ടോ ഇത്? അല്ല, യൂട്യൂബ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ പ്രോഗ്രാം പബ്ലിക്കാണ്, എല്ലാവർക്കും കാണാം. അവയർനെസ് ഇനിയും കാണാൻ കിട്ടുമോ അത്? യൂട്യൂബിലുണ്ട്. യൂട്യൂബിലുണ്ട്. എന്നാ അതൊന്ന് യൂട്യൂബ് എവിടെ ഇടും? നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടോ ഇപ്പൊ? ഉണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. ഓ ശരി, ഓക്കെ. എടുത്തോളാം. എന്ത് പ്രോഗ്രാം സാറേ? സാറേ, ഇന്നലെ നമ്മള് വായനാ വാരം എന്ന് പറഞ്ഞിട്ടേ വായനാ ദിവസത്തിന്റെ പ്രോഗ്രാം നടത്തിയത് 4 മുതൽ 6 വരെ. 2 മണിക്കൂർ ആളിനെ കിട്ടിയോ സാറേ? പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് പറയാൻ ആളുണ്ടായിരുന്നു. 2 മണിക്കൂർ ആയപ്പോ നിർത്തി. 4:05 ആയപ്പോ നിർത്തി. 6 മണി കഴിഞ്ഞപ്പോ. കാരണം പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെഷന്റെ പ്രിപ്പറേഷൻ വേണ്ടായിരുന്നു. ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കാരണം എല്ലാവരും പറഞ്ഞു. ഏകദേശം 10 പേര് 12 പേരുണ്ട്. എല്ലാവരും അവരവരുടെ ഓരോ കഥകളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അല്ലേ സാർ? അത് കാണാൻ യൂട്യൂബിലുണ്ട്. ഞാൻ ഇട്ടുതരാം. ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.